ആസന്യാനലക്ഷ്മീം സന്ദേഹനാമീ സമാഹീം മധുസിദ്ധസൂഖി ആനന്ദാനികാമീശ്വരീ. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. ഈശാവാസ്യോപനിഷത്ത് ശാങ്കരഭാഷ്യത്തിലെ സംബന്ധ ഭാഷ്യമാണ്. ഈ മന്ത്രങ്ങൾക്ക്, ഈശാവാസ്യമിതം സർവം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾക്ക് വേദത്തിലെ പൂർവഭാഗവുമായിട്ടുള്ള ബന്ധം എന്താണ്? പൂർവഭാഗത്ത് വരുന്ന മന്ത്രങ്ങൾ കർമ്മത്തിൽ, വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ചൊല്ലാനുള്ളതാണ്. ഇത് അങ്ങനെയുള്ളതല്ല, മറിച്ച് പരമാത്മസ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതാണ്. എന്താണ് ഈശ്വര സ്വരൂപം? അതിനെ പ്രകാശിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ സമർത്ഥിച്ചത് ഭാഷ്യത്തിൽ. അതാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം. അടുത്ത് പറയുന്നത് തസ്മാത്, സംബന്ധ ഭാഷ്യത്തിന്റെ അവസാന ഭാഗമാണ്. ഏതേ മന്ത്ര ആത്മനോ യാഥാത്മ്യ പ്രകാശനേന ആത്മവിഷയം സ്വാഭാവികം അജ്ഞാനം നിവർത്തയന്തഃ ശോക മോഹാദി സംസാരധർമ്മ വിച്ഛിത്തി സാധനം ആത്മേകത്വാദി വിജ്ഞാനം ഉത്പാദയന്തേ. ഇത്യേവം ഉക്ത അധികാരി അഭിധേയ സംബന്ധ പ്രയോജനാൻ മന്ത്രാൻ സംക്ഷേപതോ വ്യാഖ്യാസ്യാമഃ. അതുകൊണ്ടെന്താണ് ഏതേ മന്ത്രാഹ, ഈ മന്ത്രങ്ങൾ, ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന ഈ മന്ത്രങ്ങൾ ആത്മനോ യാഥാത്മ്യ പ്രകാശനേന, ആത്മാവിന്റെ യാഥാത്മ്യം, സത്യസ്ഥിതി, അതിനെ പ്രകാശിപ്പിക്കുന്നു, വെളിപ്പെടുത്തുന്നു. അതാണ് ഈ മന്ത്രങ്ങളുടെ സവിശേഷത. എന്തിനുവേണ്ടി? ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. ആത്മവിഷയം സ്വാഭാവികം അജ്ഞാനം നിവർത്തയന്തഃ, ആത്മവിഷയമായിട്ടുള്ള, ആത്മാവിനെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായിട്ടുള്ള, അനാദിയായിട്ടുള്ള അജ്ഞാനം നിവർത്തയന്തഃ, അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു. ആത്മാവിനെ എന്ന് പറഞ്ഞാൽ തന്നെ ആശ്രയിച്ചിരിക്കുന്നു അജ്ഞാനം, അറിവില്ലായ്മ. എന്തിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ? തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ. തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ, സ്വരൂപ ബോധമില്ലായ്മ. അങ്ങനെ തന്നെ വേറെ രീതിയിൽ സ്വരൂപ വിസ്മൃതി എന്നെല്ലാം പറയും. അപ്പോൾ തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു എന്നാണ്. എന്താണ് ഈ മന്ത്രങ്ങൾ? ഉപനിഷത്ത് മന്ത്രങ്ങളുടെ പ്രയോജനം എന്താണ്? ഈ മന്ത്രങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, തന്നെക്കുറിച്ച് തന്നെയുള്ള അജ്ഞാനത്തെ. താൻ പരമാത്മസ്വരൂപമാണ് എന്നുള്ള ബോധമില്ലാതിരിക്കുക, മറിച്ച് താൻ ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവനാണ്, ഈ ശരീര ബന്ധമുള്ളവനാണ് എന്ന് ചിന്തിക്കുക. ഇതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു ജ്ഞാനത്തിന്റെ അഭാവം, ഇല്ലായ്മ, ശൂന്യത എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് വിപരീത ജ്ഞാനം ഉണ്ടായിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പരമാത്മാവാണെന്ന് അറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മറിച്ച് താൻ മറ്റെന്തൊക്കെയാണെന്ന് അറിയുന്നു.
ആ അറിവിനെ കൂടെ ചേർത്താണ് അജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ നിഷേധാത്മകമായ അർത്ഥത്തിലല്ല, ജ്ഞാനശൂന്യം എന്നുള്ള അർത്ഥത്തിലല്ല അദ്വൈതികൾ അജ്ഞാനത്തെ പറയുന്നു. അത് അറിവ് ഉൾപ്പെടുന്നുണ്ട്, ശരിയല്ലാത്ത അറിവ്. അതാണ് അതിന് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ മിഥ്യാജ്ഞാനം എന്ന് പറയും. അപ്പൊ ശരിയല്ലാത്ത അറിവ്, അതാണ് ഇവിടുത്തെ അജ്ഞാനം. താൻ ഇന്ന വ്യക്തിയാണെന്ന് കരുതുക, തന്നിൽ വരുന്ന വ്യക്തിഭാവം, ആ വ്യക്തിഭാവത്തെ തുടർന്ന് വരുന്ന ഒരുപാട് കൽപ്പനകൾ. താൻ ജനിക്കുന്നവനാണ്, മരിക്കുന്നവനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, ഇങ്ങനെ ഒരുപാട് കൽപ്പനകൾ. ഈ അനുഭവങ്ങൾ ഇതെല്ലാം ആണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇത് തന്നെ അജ്ഞാനമായും അജ്ഞാനകാര്യമായും ഇരിക്കുന്നു. അങ്ങനെയുള്ള അജ്ഞാനത്തെ ഇവിടെ പറയുന്നത് എന്താണ്? അത് സ്വാഭാവികമാണ്. സ്വാഭാവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, അദ്വൈതത്തിൽ സ്വാഭാവികം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ഭാഗങ്ങളും അനാദി എന്നുള്ള അർത്ഥത്തിലായിരുന്നു. അനാദിയായി സ്ഥിതി ചെയ്യണത്, ഇതിന് തുടക്കമില്ല, ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യമില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കാനൊക്കത്തില്ല. കാരണം എന്തുകൊണ്ട് ഈ അജ്ഞാനം ഉണ്ടായി, എന്തുകൊണ്ട് പരമാത്മാവിന് സ്വരൂപ വിസ്മൃതി സംഭവിച്ചു, എന്തുകൊണ്ട് ജീവാത്മ പരമാത്മ ഭേദം ഉണ്ടായി, സംസാരം എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് സംസാരം നിവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഇവിടെ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങളൊന്നും യുക്തിസഹം അല്ലാതെയാകുന്നു, യുക്തിയുക്തമല്ലാതെയാകുന്നു. എന്തുകൊണ്ട്? ഇത് അനാദിയായതുകൊണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് യുക്തിയില്ലാതെ ഒരു അനാദി എന്ന് പറയുന്ന സിദ്ധാന്തത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനാദിയില്ല. ആദിയില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ആദിയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് സംഭവിച്ചു? ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന സംശയമാണ്. സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഈ പരമാത്മാവ്, അതാണ് വാസ്തവത്തിൽ താനെങ്കിൽ എന്തുകൊണ്ട് തനിക്കിത് സംഭവിച്ചു, ജനന മരണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? അതിന് ഇവിടെ പറയുന്നത് സ്വാഭാവികമാണ്, ഇത് അനാദിയാണ്. അനാദിയാണ് എന്നുള്ള ആശയം മനസ്സിലാക്കിയാൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യമില്ല, ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു തുടക്കമില്ല. ഒരു തുടക്കമുണ്ടെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് അതിനൊരു കാരണത്തെ അന്വേഷിക്കാൻ പറ്റൂ. എങ്കിലും ഒരു വസ്തുവിന്റെ ഉത്പത്തി തുടക്കമുണ്ടെങ്കിൽ നമ്മളവിടെ അന്വേഷിക്കണം, എന്താ അതിന് കാരണം. തുടക്കമില്ലാതെ നിലനിൽക്കുന്ന ഒരു വസ്തു, തുടക്കമില്ല എല്ലാം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അതിന് കാരണത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കത്തില്ല. വേറെ തരത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് സാപേക്ഷികമായ തലത്തിൽ, അല്ലെങ്കിൽ വേദാന്തികളുടെ അദ്വൈതികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാവഹാരികമായ തലത്തിൽ നിലനിൽക്കുന്ന ഒരു യുക്തിയാണ് കാര്യകാരണ ബന്ധം. ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് ഒടുങ്ങാതെ നിലനിൽക്കുന്ന ഒരു ബന്ധമല്ല. ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാരണത്തിൽ നിന്നൊരു കാര്യം, ആ കാര്യത്തിൽ നിന്ന് മറ്റൊരു കാരണം, ഇങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയല്ല ഇത്. ഇത് നമ്മുടെ യുക്തിയുടെ ഒരു സാപേക്ഷിക തലത്തിൽ മാത്രമേ ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് നിലനിൽക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനുപരിയായ ഒരു തലത്തിൽ കാര്യകാരണ ബന്ധം നിലനിൽക്കുന്നില്ല. അതിനാണ് അനാദി എന്ന് പറയുന്നത്. ഇത് അനാദിയായി നിലനിൽക്കുന്നു. അവിടെ കാര്യകാരണ ബന്ധമില്ല, കാര്യകാരണ വിചാരമില്ല, കാരണം ഏത് കാര്യം ഏതാണെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ അജ്ഞാനം സ്വാഭാവികമാണ് എന്ന് പറയുന്നു. അങ്ങനെ അനാദിയായിരിക്കുന്ന ഒരു വസ്തുവിന് ഇല്ലായ്മ സംഭവിക്കാം. അതിനടുത്ത് പറയുന്നത് നിവർത്തയന്തഃ, അനാദിയായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കും. അനാദിയായിരിക്കുന്ന ഒരു വസ്തു എന്തുകൊണ്ട് നശിക്കുന്നു? കാരണം അനാദിയായി നിലനിൽക്കുന്നതും അത് സത്യത്തിലുള്ള ഒരു നിലനിൽപ്പല്ല. അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ സത്യത്തിൽ നിലനിൽക്കുന്നില്ല, പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അതും അദ്വൈതികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മിഥ്യയായി നിലനിൽക്കുന്നു, വേറെ രീതിയിൽ പറഞ്ഞാൽ വ്യാവഹാരികമായി നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്നത് ഇതിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. നിവർത്തയന്തഃ, ഇതിനെ നശിപ്പിക്കുന്നു. എന്താണ് നശിപ്പിക്കുന്നത്? ഈ ഉപനിഷത്ത് മന്ത്രങ്ങൾ.
അതുകൊണ്ടാണ് ഈ ഉപനിഷത്ത് മന്ത്രങ്ങളെ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. വിദ്യ, വെളിച്ചം, പ്രകാശം, അത് ഇരുട്ടിനെ നശിപ്പിക്കുന്നു. അതുപോലെ ഈ അജ്ഞാനത്തെ ഈ മന്ത്രങ്ങൾ നശിപ്പിക്കുന്നു, ആത്മവിദ്യ നശിപ്പിക്കുന്നു. ഈ സംസാരത്തിന് പരമകാരണമായിരിക്കുന്ന, സർവകാരണമായിരിക്കുന്ന ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശോകമോഹാദി സംസാരധർമ്മ വിച്ഛിത്തി സംഭവിക്കുന്നു. അജ്ഞാനകാര്യമായിട്ടാണ് ശോകവും മോഹവും എല്ലാം സംഭവിക്കുന്നത്. ഇതിനാണ് സംസാരധർമ്മം എന്ന് പറയുന്നത്. ആത്മധർമ്മം എന്ന് പറയുന്നത് സച്ചിദാനന്ദം, സംസാരധർമ്മം എന്ന് പറയുന്നത് ശോകമോഹാദി. രണ്ടും വിപരീത സ്വഭാവമുള്ളതാണ്. അതിനാ ആത്മധർമ്മങ്ങൾ അനാത്മധർമ്മങ്ങൾ നശിപ്പിക്കുന്നു. സച്ചിദാനന്ദം ശോകമോഹാദികളെ നശിപ്പിക്കുന്നു. ശോകമോഹാദി സംസാരധർമ്മ വിച്ഛിത്തി സാധനം. അതിന് കാരണമായിരിക്കുന്ന എന്താണ്? അതിന് ഉപായമായിരിക്കുന്ന എന്താണ്? ആത്മീകത്വാദി വിജ്ഞാനം, ആത്മീകത്വജ്ഞാനം, പരമാത്മബോധം. ആ പരമാത്മബോധം ഏതു തരത്തിലാണ്? തന്റെ യഥാർത്ഥ സ്വരൂപം ആ പരമാത്മസ്വരൂപം തന്നെ, അത് ഏകമാണ്. താൻ ആ പരമാത്മാവിൽ നിന്നും ഭിന്നനല്ല, അത് നിത്യശുദ്ധമാണ്, നിത്യമുക്തമാണ്, അത് ആനന്ദസ്വരൂപമാണ്. ഈ തരത്തിലുള്ള വിജ്ഞാനം, ആ വിജ്ഞാനത്തെ ഉത്പാദയന്തി എന്ത്? ഈ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശബ്ദമല്ല നശിപ്പിക്കുന്നത്, മറിച്ച് ആ ശബ്ദത്തിൽ നിന്നും, ആ ശബ്ദശ്രവണ മനനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വിജ്ഞാനം, അനുഭവജ്ഞാനം. വിജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ അദ്വൈത ശാസ്ത്രം അനുസരിച്ച് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം. ഈ ആത്മാവിനെ കുറിച്ചുള്ള അനുഭവജ്ഞാനം, ആ അനുഭവജ്ഞാനം ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതിന് ഈ മന്ത്രങ്ങൾ സഹായിക്കുന്നു. എങ്ങനെ? ഈ മന്ത്രങ്ങളിൽ നിന്നാണ് അവിജ്ഞാനം ഉണ്ടാകുന്നത്, അനുഭവജ്ഞാനം ഉണ്ടാകുന്നത്. അതാണ് ഈ ഉപനിഷത്ത് മന്ത്രങ്ങളുടെ പ്രത്യേകത. ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങളുടെ പ്രത്യേകത എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്യേവം പ്രകാരം ഉക്ത അധികാരി അവിധേയ സംബന്ധ പ്രയോജനാൻ മന്ത്രാൻ. ഈ പറഞ്ഞ സംബന്ധ ഭാഷ്യത്തിൽ ഇതുവരെ പറഞ്ഞത് പ്രധാനമായി എന്തിനെക്കുറിച്ച്? അധികാരി, അവിധേയം, സംബന്ധം, പ്രയോജനം, അനുബന്ധ ചതുഷ്ടയം. ഈ നാലെണ്ണത്തെക്കുറിച്ചാണ്. അധികാരി, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അധികാരി ആരാണ്? ഇവിടെ പറയുന്ന പരമാർത്ഥത്തിൽ പരമാത്മസ്വരൂപമാണ് ഓരോരുത്തരും. പിന്നെ ഇതിന് അധികാരിയായിരിക്കുന്ന ആരിത് കേൾക്കുന്നതിന്? ഇതിന് അധികാരികളായിരിക്കുന്ന ജീവന്മാർ. ഈശ്വരന് ഇതിന്റെ ആവശ്യമില്ല. ജീവന്മാരാണ് ഇതിന് അധികാരികളായിരിക്കുന്നത്. എല്ലാ ജീവന്മാരും ഇതിന് അധികാരികളാണ്. എല്ലാ ജീവന്മാരും അധികാരികളാണെങ്കിലും ഇത് ശരിക്കും പ്രയോജനപ്പെടുന്ന ആർക്കാണ്? ശരിയായ ശ്രദ്ധ, വിശ്വാസം, ചിത്തശുദ്ധി, ജിജ്ഞാസ, വൈരാഗ്യം തുടങ്ങിയ ഗുണങ്ങളുള്ളവർക്കാണ് ഇത് ശരിക്കും പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ടാണ് അധികാരിയെ പ്രത്യേകിച്ച് നിർദ്ദേശിക്കുന്നത് സാധന ചതുഷ്ടയ സമ്പന്നനെന്നും പറ്റില്ല. സർവ്വജീവന്മാർ ഇതിന് അധികാരികളാണെങ്കിലും ഈ വിദ്യയ്ക്ക് അത് പ്രയോജനപ്പെടുന്നത്, ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുന്നത് ഇത്തരം ഗുണവിശേഷങ്ങളുള്ളവർക്ക്, ശ്രദ്ധയും ശുദ്ധിയും എല്ലാം ഉള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ അവരെ വിശേഷ അധികാരികളെന്ന് പറയാം. അങ്ങനെയുള്ള അധികാരി ആരാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അവിധേയം, വിഷയം. എന്താണ് ഇവിടുത്തെ വിഷയമൊന്നും? ഇവിടെ പരമാത്മാവാണ് ഇവിടുത്തെ വിഷയം. എന്നുവെച്ചാൽ പരമാത്മസ്വരൂപം എന്താണ്? ആ ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ആ പരമാത്മസ്വരൂപവും താനും തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ ആത്യന്തികമായ വിഷയം താൻ തന്നെയാണ് ഇവിടുത്തെ വിഷയം. ആത്മവിദ്യയ്ക്ക് വിഷയമായിരിക്കുന്നത് താൻ തന്നെ. ശാസ്ത്രങ്ങളെല്ലാം ഈ ശാസ്ത്രത്തിൽ തന്നെ നിഷേധിക്കുന്നിടത്ത്, ശാസ്ത്രങ്ങളെ നിഷേധിക്കുന്നതിനൊരു പ്രധാന കാരണം ഇതാണ്. സാധാരണ ശാസ്ത്രങ്ങൾക്ക് വിഷയം അന്യമായി പോകുന്നു. തന്നിൽ നിന്ന് അന്യമായ കാര്യങ്ങളാണ് ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത്.
അതുകൊണ്ടാണ് ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്, ശാസ്ത്രം തന്നെ. കാരണം ആ ശാസ്ത്രത്തിന്റെ അധ്യയനം കൊണ്ട് ആത്മബോധം ഉണ്ടാകത്തില്ല, അത് ശ്രേയസ്സിന് ഉപകരിക്കത്തില്ല. ശാസ്ത്രാധ്യയനത്തെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? ശാസ്ത്രങ്ങളുടെ വിഷയം അന്യമായി പോകും. നാനാ വിഷയങ്ങളെക്കുറിച്ച് നാനാശാസ്ത്രം. പക്ഷെ ഇവിടെ പറയുന്ന ഈ മന്ത്രശാസ്ത്രം ഇതങ്ങനെയല്ല. ഇതിന്റെ വിഷയം എന്താണ്? താൻ തന്നെയാണ് വിഷയം. തന്നെക്കുറിച്ച് ബോധിപ്പിക്കുന്നതായതുകൊണ്ട് ഇത് മോക്ഷശാസ്ത്രമാണ്. മോക്ഷത്തിന് മോക്ഷശാസ്ത്രത്തിന്റെ അധ്യയനം, അതിന്റെ ശ്രവണ മനനങ്ങൾ അനുപേക്ഷണീയങ്ങളാണ്, അത്യന്താപേക്ഷിതമാണ്. അതും ഇതുവരെ പറഞ്ഞതെന്ന് മനസ്സിലാക്കി ഇതിന്റെ വിഷയം പരമാത്മാവാണ് എന്ന് പറയുമ്പോൾ താൻ തന്നെയാണ് ഇവിടെ വിഷയമായിരിക്കുന്നത്. അതിനെ ഈ മന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. സംബന്ധം, ഈ മന്ത്രങ്ങൾക്ക് ആ വിഷയവുമായിട്ടുള്ള ബന്ധം, ഈ മന്ത്രങ്ങൾ എങ്ങനെ, മന്ത്രങ്ങളുടെ വിഷയം ആത്മാവാണെന്ന് പറഞ്ഞു. ഈ മന്ത്രങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുന്നു? അപ്പോൾ ഈ മന്ത്രങ്ങൾ ആത്മബോധജനകങ്ങളാണ്. അതാണ് സംബന്ധം. ആത്മബോധത്തെ അത് ഉണ്ടാക്കിത്തരുന്നു. അത് നിരപേക്ഷമായി സ്വതന്ത്രമായി അതിനുള്ള ശക്തിയുണ്ടെന്നാണ്. മറ്റെന്തിനെങ്കിലും അപേക്ഷിച്ചുകൊണ്ടല്ല, ഈ മന്ത്രങ്ങൾക്ക് സ്വതന്ത്രമായി തന്നെ, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ തന്നെ ഈ മന്ത്രങ്ങൾക്ക് ആത്മബോധത്തെ ഒരു ജീവന്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള കഴിവുണ്ട്. അതാണ് ഇതിന്റെ സംബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ആത്മബോധജനകത്വം, ആത്മബോധത്തെ ഉണ്ടാക്കിത്തരുന്നു എന്നുള്ളതാണ്. ആത്മബോധവും ഇതും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അതുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. മന്ത്രം ശരിക്കും ഈ ആത്മബോധത്തെ ഉണ്ടാക്കിത്തരുന്നതാണ്. ഒന്നിനെയും ആശ്രയിക്കുക, മറ്റ് ഒരു വ്യക്തിയെയോ മറ്റെന്തിനെയെങ്കിലും ആശ്രയിച്ചുകൊണ്ടല്ല, നിരപേക്ഷമായി സ്വതന്ത്രമായി അത് ഒരു ജീവന്റെ ഉള്ളിൽ പരമാത്മബോധത്തെ പ്രകാശിപ്പിക്കുന്നു. അതിനുള്ള ശേഷി അതിനുണ്ട്. ആ മന്ത്രജന്യമാണ് ആത്മബോധം എന്ന് പറയുന്നത്. ആത്മബോധം ഈ മന്ത്രജന്യമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇനി ഉണ്ടാകത്തുള്ളൂ. ഇന്നുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ അല്ലാതെ ആത്മബോധം ഉണ്ടായിട്ടില്ല ആർക്കും, ഇനി ഉണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ട്? ഈശ്വരീയ ജ്ഞാനമാണ്. ഈ മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നത് തന്നെ എന്താണ്? ഇത് ഈശ്വരൻ പ്രകാശിപ്പിച്ചതെന്നാണ്. അപ്പൊ ഈശ്വരന്റെ സ്വരൂപത്തെക്കുറിച്ച് ഈശ്വരനെ പ്രകാശിപ്പിക്കാൻ കഴിയും. തന്നെക്കുറിച്ച് തനിക്കേ അറിയാൻ പറ്റും. അപ്പൊ ഈശ്വര സ്വരൂപത്തെക്കുറിച്ച് ഈശ്വരൻ തന്നെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഈശ്വരന്റെ വാക്കുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പരമ്പരയായി ജീവന്മാരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുമുഖത്ത് നിന്ന് അതിങ്ങനെ പരമ്പരയായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് ജീവന്മാരെവിടെയുണ്ടെങ്കിലും, ഏത് ലോകത്തായാലും, 14 ലോകങ്ങളിലായാലും, അവിടെയെല്ലാം ഈ ഈശ്വരീയ ജ്ഞാനം ഈ മന്ത്രരൂപത്തിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദമന്ത്രരൂപത്തിൽ. അതിന്റെ രൂപഭാഷയ്ക്കൊക്കെ വ്യത്യാസം വന്നിരിക്കും. പക്ഷെ അതെല്ലാം ഈശ്വരീയ ജ്ഞാനമാണ്. ഈശ്വരബോധം അവിടെ ഉണ്ടാകണമെങ്കിൽ ഐശ്വര്യമായ ജ്ഞാനം വരും. അത് ചിലയിടത്ത് ഗുരു ഉപദേശം എന്നുള്ള രീതിയിൽ വരാം, ചിലയിടത്തത് ഗ്രന്ഥജ്ഞാനം എന്നുള്ള രീതിയിൽ വരാം, ചിലയിടത്തത് ഭാഷാന്തരത്തിൽ സംഭവിക്കാം. എന്തായാലും അത് ഐശ്വര്യ ജ്ഞാനം, വേദം, ഉപനിഷത്ത്, ബ്രഹ്മവിദ്യ, അത് തന്നെയാണ് സർവത്ര ഈശ്വരബോധത്തിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരബോധജനകം എന്ന് പറയുന്ന ഈ മന്ത്രങ്ങളാണ്. ഇത് പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. അതാണ് ആത്മബോധവും ഈ മന്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം. ആത്മബോധം കാര്യം, ഈ മന്ത്രങ്ങൾ അതിന് കാരണം. പ്രയോജനം എന്താണ്? ഇതിന്റെ പ്രയോജനം എന്തിനാണ് ഇത്രയും ക്ലേശിച്ച് ഈ മന്ത്രങ്ങൾ അധ്യയനം ചെയ്യുന്നത്? ഇത് ശ്രവണം ചെയ്യുന്നത് എന്തിനാണ്? അങ്ങനെ പ്രയോജനം പറയുന്നു. എന്താണ്? ഈ അജ്ഞാനനാശം, മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ ആനന്ദപ്രാപ്തി, സംസാര നിവൃത്തി, ഇതെല്ലാം ഒരർത്ഥത്തിൽ തന്നെ പറയുന്നതാണ്. ആത്മബോധം, ബോധോദയം, ഇത് തന്നെയാണ് അതിന്റെ പ്രയോജനം. ആത്മബോധം കൊണ്ട് അജ്ഞാനനാശം സംഭവിക്കുന്നു, ജീവൻ മുക്തനായിത്തീരുന്നു, ഈ സംസാര ബന്ധത്തിൽ നിന്ന് മോചിതനായിത്തീരുന്നു. സംസാര ബന്ധത്തിൽ നിന്ന് മോചിതനാകുക, അദ്വൈതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ
ഇത്രയേ ഉള്ളൂ. ആ സംസാരം പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നറിയുക. അല്ലാതെ ഉള്ള ഒരു സംസാരത്തിൽ നിന്നും മോചിക്കുന്നില്ല. വാസ്തവത്തിലുള്ള ഒരു ബന്ധനത്തിൽ നിന്നും ഇവിടെ മോചിക്കുന്നില്ല. വാസ്തവത്തിൽ ബന്ധനം ഇല്ല എന്നറിയുന്നത് തന്നെയാണ് മോചനത്തിനുള്ള ഉപായം. അതാണ് ഇതിന്റെ പ്രയോജനം. അങ്ങനെയെല്ലാമുള്ള ഈ മന്ത്രങ്ങളെ സംക്ഷേപതഃ വ്യാഖ്യാസ്യാമഃ എന്നാണ്. ഞാനിതാ ഇതിനെ സംക്ഷേപിച്ചെന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഭാഷ്യകാരൻ പറയും സംക്ഷേപിച്ച് വ്യാഖ്യാനിക്കുന്നു. എന്നുവെച്ചാൽ ശബ്ദത്തെ സംക്ഷേപിച്ചാണ്, അർത്ഥത്തെ സംക്ഷേപിച്ചല്ല. വിപുലമായ അർത്ഥങ്ങളെ ചുരുങ്ങിയ വാക്കുകളിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു എന്നാണ്. അപ്പൊ സംക്ഷേപം രണ്ടു തരത്തിലുണ്ട്: അർത്ഥസംക്ഷേപം, ശബ്ദസംക്ഷേപം. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ പറയുക, അതാണ് ഭാഷ്യകാരന്റെ ശൈലി. അപ്പൊ ആ ശബ്ദങ്ങളെ സംക്ഷേപിച്ചുകൊണ്ട് കൂടുതൽ ആയാസം ഉണ്ടാക്കാത്ത രീതിയിൽ, എന്നാൽ അർത്ഥത്തെ ഒട്ടും തന്നെ സംക്ഷേപിക്കാതെ അതിവിശദമായി വ്യാഖ്യാനിക്കുന്നു എന്നാണ്. ചിന്തിക്കുന്നവർക്ക് ഇത് വളരെ വിപുലമായി വിശദമായി അർത്ഥബോധം ഉണ്ടാകത്തക്ക തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞ് അവിടെ സംബന്ധഭാഷ്യം അവസാനിപ്പിക്കുകയാണ്. അടുത്ത് ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന മന്ത്രഭാഗങ്ങളെ ആ മന്ത്രത്തിലെ ഓരോ പദങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് അതിന്റെ ആശയത്തെ വെളിപ്പെടുത്തുകയാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗം വിശദീകരിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോ ചോദിക്കാം. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചാലും കുഴപ്പമില്ല. എന്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഇതിന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ, ഇനി മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് ചോദിക്കാൻ കാണും. അത് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇത് പറയുന്നു ഈശ ഈഷ്ഠേ ഇത് ഈറ്റ് തേന ഈശ. ഈശ എന്ന് പറയുന്ന ആ പദത്തെ വ്യാഖ്യാനിക്കുകയാണ്. ആ പദത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഈശ എന്ന് പറയുന്ന ആദ്യത്തെ പദം എടുത്തിരിക്കുന്നത് അതിന് പ്രതീകം എന്ന് പറയും. ആ പദത്തെ തന്നെ പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണ് അടുത്ത്. ഈഷ്ഠേ ഇത് ഈറ്റ്, അതിന്റെ വ്യുത്പത്തി പറയുകയാണ്. അതായത് ഈശ, ഐശ്വര്യ എന്ന് പറയുന്ന ഒരു ധാതുണ്ട്. ശബ്ദത്തിന്റെ ഒരു റൂട്ട് ഈശ, അതിൽ നിന്നാണ് ഈശ എന്ന് പറയുന്ന ഈ ശബ്ദം വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈഷ്ഠേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഭാഷാജ്ഞാനമുള്ള ഒരാളിന്, വ്യാകരണ ജ്ഞാനമുള്ള ആളിന് ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഈഷ്ഠ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു, ഒരു ധാതുവിൽ ഏത് പ്രത്യയം വന്നു, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ച് ഈശ എന്നുള്ള രൂപം വന്നു എന്നുള്ളത് ഈഷ്ഠ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതൊരു ക്രിയാരൂപമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ട കാര്യമില്ല. വ്യാകരണം അറിയാവുന്നവർ, അറിയാൻ പാടില്ലാത്തവരാണെങ്കിലോ അവരോടൊട്ട് വിശദീകരിച്ചിട്ട് പ്രയോജനമില്ല, മനസ്സിലാകത്തുമില്ല. ഇത് ഈറ്റ് എന്നുവെച്ചാൽ ഈട്ട് എന്ന് പറയുന്ന രൂപത്തിന്റെ തൃതീയാന്തമാണ് ഈശ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത തേന എന്ന് പറയുന്നത്. അപ്പൊ ഈട്ട് ഈശവും ഈശഹ എന്നിങ്ങനെ അതിന്റെ രൂപങ്ങൾ പോകും. അതിന്റെ തൃതീയാന്തമാണ് ഈശ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരനാൽ എന്നുള്ള അർത്ഥം ഇവിടെ കിട്ടും. മലയാളത്തിൽ പറഞ്ഞാൽ ഈശ്വരനാൽ, ഈശ്വരനെ കൊണ്ട് എന്നുള്ള അർത്ഥം കിട്ടുന്നു. അപ്പൊ ഈശധാതുവിൽ നിന്ന് ഈശ എന്ന രൂപമുണ്ടായ മുഴുവൻ വ്യാകരണ കാര്യങ്ങളും ഇത്രയും 1-2 ശബ്ദങ്ങളുണ്ട്. അതിന്റെ സൂത്രവും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈശ്വരനാൽ എന്നുള്ള അർത്ഥം കിട്ടും. ഐശ്വര്യം എന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സാമർഥ്യം എന്നർത്ഥം. എന്ത് സാമർഥ്യമാണ് ഇവിടെ ഈശ്വരനുള്ളത്? സൃഷ്ടി സ്ഥിതി സംഹാര സാമർഥ്യം. ഈ സൃഷ്ടി സ്ഥിതി സംഹാര സാമർഥ്യം ഉള്ളവനാണ് ഈശ്വരൻ. അതാണ് ഈശ്വരന്റെ ഐശ്വര്യം, സാമർഥ്യം എന്ന് പറയുന്നത്.
ഈ ജഗത്തിനെ സൃഷ്ടിക്കാനും നിലനിർത്താനും സംഹരിക്കാനും ഉള്ള ശേഷി. അങ്ങനെയുള്ള ഈശ്വരൻ എന്നാണ്. അങ്ങനെയുള്ള ഈശ്വരനാൽ എന്നായി. അതായത് ഈശ്വരന്റെ വ്യാഖ്യാനം താത്വികമായ വ്യാഖ്യാനം, അതായത് ഈശ്വര സ്വരൂപനിഷ്ഠമായ വ്യാഖ്യാനം, ആരോപിത നിഷ്ഠമായ വ്യാഖ്യാനം. രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സ്വരൂപലക്ഷണം, തടസ്ഥ ലക്ഷണം എന്നുള്ള രീതി. രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതായത് സാമാന്യ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെ അയാൾക്ക് ബോധ്യപ്പെടുക്കാൻ എങ്ങനെ ബഹിർമുഖമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? അയാളെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പ്രപഞ്ചത്തിലൂടെ ഈശ്വരനെ എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന അതിമഹത്തായ ഒരു ശക്തി വിശേഷമാണ് ഈശ്വരൻ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അത് ഈശ്വരനെ കുറിച്ചുള്ള സ്ഥൂല ദൃഷ്ടിയിലൂടെയുള്ള ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ ആരോപിതമായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ്. പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ളതല്ല. കാരണം ബഹിർമുഖമായ പ്രപഞ്ചോന്മുഖമായ മനസ്സുള്ള ഒരാളിന് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തി ഈശ്വരനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. സൃഷ്ടി സംഹാരങ്ങൾക്കെല്ലാം കാരണനായിരിക്കുന്നവൻ എന്ന് പറയും. അവന്റെ മനസ്സ് ഈ പ്രപഞ്ചത്തോട് ചേർന്നിരിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെ ആത്മനിഷ്ഠമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല, ബഹിർമുഖമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഏറ്റവും വലുതായത് ഈ പ്രപഞ്ചത്തിനെല്ലാം അതീശനായിരിക്കുന്നത്, സർവജ്ഞനായിരിക്കുന്നത്, സർവശക്തനായിരിക്കുന്നത്, എല്ലാത്തിനും ഉപരിയായിരിക്കുന്നത്, ഈ തരത്തിൽ ഇതെല്ലാം ബഹിർമുഖമായ കാഴ്ചപ്പാടാണ്, ബാഹ്യനിഷ്ഠമായ ഒരു കാഴ്ചപ്പാടാണ്. ആ രീതിയിൽ ഈശ്വരനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു സ്ഥൂലബുദ്ധി ഉള്ള ഒരുവൻ. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈശ്വരൻ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടിയാണ്. സർവത്തെയും ഭരിക്കുന്നവൻ എന്നും അർത്ഥമുള്ളത്. അതിന് ആത്മനിഷ്ഠമായി യഥാതഥമായി വിശദീകരിക്കുന്നതാണ് ഉപനിഷത്ത് മന്ത്രത്തിൽ നമ്മൾ സത്യം, ജ്ഞാനം, അനന്തം, സച്ചിദാനന്ദം എന്നെല്ലാം പറയുന്നു. അവിടെ ആരോപണങ്ങളൊന്നുമില്ല, ആരോപിതമായ ഭാവങ്ങളൊന്നുമില്ല. മറ്റ് കൽപ്പനകൾ അവിടെ കുറവാണ്. സ്ഥൂലമായല്ല ഗ്രഹിക്കേണ്ടത്, ബഹിർമുഖമായല്ല ഗ്രഹിക്കേണ്ടത്, ആത്മനിഷ്ഠമായി ഗ്രഹിക്കണം. തന്റെ ആന്തരിക സ്വരൂപത്തിലേക്ക് തന്റെ അന്ധകരണത്തെ നിവേശിപ്പിച്ച് ഗ്രഹിക്കണം. അത് സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ബാഹ്യകൽപ്പനകളൊന്നുമില്ല. അങ്ങനെ രണ്ടു തരത്തിലും ഈശ്വരനെ ബോധിപ്പിക്കും. അതിനെയാണ് സ്വരൂപലക്ഷണം, തടസ്ഥ ലക്ഷണം എന്നെല്ലാം സാങ്കേതികമായ ഭാഷയിൽ പറയുന്നു. ഇവിടെ ഇപ്പോൾ ആദ്യം ഈശ്വരൻ എന്നങ്ങനെ പറയുന്നു. അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ആദ്യം അങ്ങനെയാ പറയുന്നത്. സർവജ്ഞനായും സർവശക്തനായും ഈശിതാവായും രക്ഷിതാവായും എല്ലാം ഈശ്വരനെ പറയുന്നു. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈശിതാവ് എന്ന്. അത് ഈശിതാവാണ്, സർവത്തെയും ഈശാനം ചെയ്യുന്നവനാണ്, ഭരിക്കുന്നവനാണ് എന്നർത്ഥം. പരമേശ്വര, പരമമായ ഈശ്വരൻ, പരമമായ ഐശ്വര്യമുള്ളവൻ, അതാണ് പരമ ഈശ്വരൻ. ഈശ്വരം, ഐശ്വര്യം എന്ന് പറയുന്നത് ജീവന്മാരിലുണ്ട്. എന്തെങ്കിലും സാമർഥ്യ വിശേഷം ഒരു വ്യക്തി കാണുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഐശ്വര്യമാണ്, സാധാരണയിൽ നിന്ന് വിലക്ഷണമായിട്ട്. അപ്പൊ അതായത് പാടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പാടാൻ കഴിയും, പക്ഷെ മനോഹരമായി മധുരമായി പാടാൻ അപൂർവം പേർക്ക് കഴിയും. അത് അയാളുടെ ഐശ്വര്യമാണ്. അതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പറയുന്നു പ്രതിഭാശാലിത്വം, അതൊക്കെ ജീവന്മാരുടെ ഐശ്വര്യങ്ങളാണ്. അപ്പൊ ഐശ്വര്യം ഈശ്വരന് മാത്രമല്ല ജീവന്മാരിലുമുണ്ട്. പക്ഷെ പരമമായ ഐശ്വര്യം അത് ഒരാളുടെ ഉള്ളൂ, അതാണ് ഈശ്വരൻ. ഈ ഐശ്വര്യങ്ങളുടെ എല്ലാം പരമകാഷ്ഠ, ചർമ്മസ്ഥാനം, ചർമ്മസീമ അതെവിടെ കാണുന്നുണ്ടോ അതാണ് പരമ ഈശ്വരൻ. പരമമായ സാമർഥ്യങ്ങളെല്ലാം ഒരുമിക്കുന്നിടം, അതാണ് പരമേശ്വരൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് എല്ലാ ശക്തികളെയും ഒരു ചൈതന്യ വിശേഷത്തിൽ ആരോപിച്ച് അങ്ങനെ പറയുക. ബഹിർമുഖമായി നമുക്ക് മനസ്സിലാക്കാൻ, സ്ഥൂലമായി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതിന്റെ പരമാർത്ഥ സ്വരൂപം എന്താണ്? അത് അടുത്ത് പറയുന്നത് പരമാത്മാ. അതിന്റെ യഥാതഥമായി പറയുകയാണ്. യാഥാത്മ്യം നേരത്തെ പറഞ്ഞതുപോലെ
പരമമായ ആത്മാവ്, പരമമായ സ്വരൂപം, സർവ്വജീവന്മാരുടെയും സർവ്വപ്രപഞ്ചത്തിന്റെയും യഥാർത്ഥ സ്വരൂപം, അതാണ് പരം ആത്മാ എന്ന് പറയുന്നത്. പരമ ആത്മാ. ആത്മാവെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോളം സ്വരൂപം, സ്വഭാവം, യാഥാർത്ഥ്യം എന്നാണ് ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. പരമമായ യാഥാർത്ഥ്യം സർവത്തിന്റെയും, താൻ ഉൾപ്പെടെയുള്ള സർവത്തിന്റെയും പരമമായ യാഥാർത്ഥ്യം, സ്വരൂപം, വാസ്തവസ്ഥിതി, അടുത്ത് പറയുന്നു സർവസ്യ, സർവത്തിന്റെയും, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. തന്റെ യാഥാർത്ഥ്യം എന്തോ അതാണ് ഈശ്വരൻ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓരോരുത്തന്റെയും യാഥാർത്ഥ്യം അതാണ് ഈശ്വരൻ, യഥാർത്ഥ സ്ഥിതി. അപ്പൊ ഈശ എന്ന് പറയുന്നതിന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. പരമാത്മാ സർവസ്യ, അതിന്റെ അന്തിമമായ വ്യാഖ്യാനമാണ്, അതിന്റെ സ്വരൂപ വിശദീകരണമാണത്. സർവത്തിന്റെയും യഥാർത്ഥ സ്വരൂപമായിരിക്കുന്നത് അതാണ് ഈശ്വരൻ. സഹി സർവം ഈഷ്ഠേ, സഹി ആ പരമാത്മാവ് സർവം സർവത്തെയും ഈഷ്ഠേ ഭരിക്കുന്നു. സർവത്തെയും ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. സർവജന്തൂനാം ആത്മാസൻ, സർവജന്തൂനാം, ജന്തു എന്ന് വെച്ചാൽ ജീവൻ എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്ന ജന്തു എന്നുള്ള അർത്ഥത്തിലല്ല. മലയാളത്തിൽ ജന്തു എന്ന് പറയുന്നത് പ്രാണികളെ ഉദ്ദേശിച്ചാണ്. ഇവിടെ ജന്തു എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ചൂടാമണിയിലൊക്കെ പറയുന്നുണ്ട് ജന്തൂനാം നരജന്മതുള്ള. അവിടെ ജന്തു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് മനുഷ്യന്റെ ജന്മം ദുർലഭം എന്നല്ല പറയും, ജീവന്മാർക്ക് എന്നാണ്. നമ്മൾ ആദ്യം തന്നെ പഠിക്കുമ്പോൾ സാധാരണ തെറ്റിച്ച് പഠിക്കുന്ന ഒരു വാക്കാണ് ജന്തു എന്ന് വെച്ചാൽ പ്രാണികൾ എന്ന് പറയും. കാരണം മലയാളത്തിൽ അങ്ങനെ ആ ശബ്ദം പതിഞ്ഞു പോയതുകൊണ്ട് ജന്തു എന്ന് പറഞ്ഞാൽ പ്രാണി എന്ന് ഉപനിഷത്തുകൾ വ്യാഖ്യാനിക്കുമ്പോഴും വേദാന്തത്തിനെല്ലാം മലയാളത്തിൽ അങ്ങനെ വ്യാഖ്യാനം എഴുതി വായിച്ച് ഞാനും പഠിച്ചിട്ടുണ്ട്. ജന്തു എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥമാണ്. ആ ജീവന്മാർക്ക് മനുഷ്യജന്മം ദുർലഭമാണ്, എന്നുവെച്ചാൽ മൃഗജന്മവും ആകാം. ഇവിടെ പറയുന്ന സർവ്വജന്തുവിന, സർവ്വജീവന്മാർക്കും ഇടയും ആത്മാവാണ്, സ്വരൂപമാണ് എന്നാണ്. ആ പരമാത്മാവ് യഥാർത്ഥ സ്വരൂപമാണ്, ആന്തരികമായ സ്വരൂപമാണ്. അത് തന്നെ അടുത്ത് പറയുന്നു. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാസൻ പ്രത്യേകാത്മതയാ. പ്രത്യേക് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. പ്രത്യേക് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. എന്നോടാരും ചോദിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കണം, എന്താണ് പ്രത്യേകം എന്ന് പറയുന്നതിന്റെ അർത്ഥം. പലതവണ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും പറയുക പ്രത്യേക് എന്താണ്? എന്തായാലും ഇങ്ങോട്ടാരും ചോദിക്കുന്നുണ്ടല്ലോ, തിരിച്ചു ചോദിക്കാം. എന്താണ് പ്രത്യേക് എന്ന് പറയുന്ന ശബ്ദത്തിന്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 5 തവണയെങ്കിലും കുറഞ്ഞ് പറഞ്ഞിരിക്കും ഈ ക്ലാസ്. എന്താണ് പ്രത്യേക് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം? ഒരർത്ഥമല്ല, 2 അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് വിട്ടിരിക്കുന്നു, വീഴ്ചിരിക്കുന്നു. പ്രത്യേക് എന്ന് പറയുന്ന ശബ്ദത്തിന് 2 അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറയുക, തെറ്റിയാലും കുഴപ്പമില്ല, സഹിച്ചല്ലേ പറ്റൂ. എന്താണ് പ്രത്യേക ശബ്ദത്തിന്റെ അർത്ഥം? ക്ഷമിച്ചിരിക്കുന്നു. അടുത്തയാള് ആരെങ്കിലും പറയും. ഇതങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. ആന്തരികം, കറക്റ്റ്. പ്രത്യേകം എന്ന് വെച്ചാൽ ആന്തരികം. അപ്പൊ നാണം കൊണ്ടാ പറയാതിരുന്നത്, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ലോ. ഒരു പക്ഷെ തെറ്റിപ്പോയാൽ അതാണ് ഒരർത്ഥം. മറ്റൊന്ന് അധിഷ്ഠാനം. ഇപ്പൊ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഞാൻ വിചാരിച്ച എല്ലാവരും ഒരുപോലെയാണ്. പ്രത്യേക് എന്ന് പറഞ്ഞാൽ ആന്തരികം, അതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. മറ്റൊന്ന് അധിഷ്ഠാനം. പ്രത്യേക ആത്മാ, അപ്പൊ ആന്തരികമായ ആത്മാസ്വരൂപം. പ്രത്യേക അധിഷ്ഠാനം, അധിഷ്ഠാന സ്വരൂപം. അധിഷ്ഠാനം
ആധാരം, ഇതൊക്കെ സമാനാർത്ഥത്തിൽ പറയും. കാരണം ഈ ശബ്ദം പലതവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്നു ആ ശബ്ദ അർത്ഥത്തിലുള്ള നിഷ്കർഷം ഉണ്ടായിരിക്കും. ഇന്ന ശബ്ദത്തിന് ഇന്ന അർത്ഥമാണ് എന്നുള്ള വ്യക്തമായി തന്നെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ആന്തരികമായ സ്വരൂപം പ്രത്യേകാത്മാ, അധിഷ്ഠാന സ്വരൂപം എന്നാണ്. സർവജന്തുവിനാം പ്രത്യേകാത്മാ എന്നാണ്. അപ്പൊ സർവജന്തുക്കളുടെയും ആന്തരിക സ്വരൂപം, ബാഹ്യസ്വരൂപം എന്ന് പറയുന്ന ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതൊക്കെ ബാഹ്യസ്വരൂപം. എല്ലാ പ്രാണികളുടെയും എല്ലാ ജീവന്മാരുടെയും ആന്തരിക സ്വരൂപം എന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ പറയുന്ന പരമാത്മാ. ആന്തരിക സ്വരൂപമാണ്, പ്രത്യേകാത്മാവായിരിക്കുന്നു, അധിഷ്ഠാന സ്വരൂപമായിരിക്കുന്നു, ആധാര സ്വരൂപമായിരിക്കുന്നു. അങ്ങനെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? തേന സ്വേന രൂപേണ ആത്മന, ആ പരമാത്മ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആത്മാവിനാൽ ഈശ. അപ്പൊ ഈശയുടെ അർത്ഥമായി ഈശ, അങ്ങനെയുള്ള പരമാത്മാവിനാൽ എന്നർത്ഥം. അപ്പൊ ഈശ എന്ന് പറയുന്ന ആ ശബ്ദത്തെയാണ് ഇതുവരെ വ്യാഖ്യാനിച്ചത്. ഈശ്വരൻ എന്ന് പറയുന്നത് അന്യനാണ്, തന്നിൽ നിന്നും വേറിട്ട ഒന്നാണ് എന്നുള്ള നമ്മളെ ധാരണയെ തിരുത്തിക്കൊണ്ടിവിടെ പറഞ്ഞു. അത് പരമാത്മസ്വരൂപമാണ്. അങ്ങനെയുള്ള ഈശ്വരനാൽ വാസ്യം എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു ആച്ഛാദനീയം എന്ന് പറഞ്ഞിരിക്കുന്നു. ആച്ഛാദനം ചെയ്യുക എന്ന് വെച്ചാൽ മൂടുക, പൊതിയുക എന്നുള്ള അർത്ഥമാണ്. വാസ്യം ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, വാസ്യം എന്നും ആവാസ്യം എന്ന് രണ്ടു തരത്തിൽ പദം പിരിക്കാം. അകാരത്തിന് ശേഷം അകാരം, ആകാരത്തിന് ശേഷം ആകാരം, അകാരം, ഇങ്ങനെ രണ്ട് അകാരങ്ങൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതങ്ങ് കൂടി ചേർന്ന് ഒന്നാവും. ഒന്നായി കഴിഞ്ഞാൽ അത് ആ പദങ്ങൾ എങ്ങനെയോ അതനുസരിച്ച് സൗകര്യം പോലെ പിരിച്ചെടുക്കാം. ആന്നോ, ആ പ്ലസ് ആ, രണ്ട് ദീർഘങ്ങൾ ചേർത്തോ അല്ലെങ്കിൽ ഒരു ദീർഘവും ഒരു ഹ്രസ്വവുമായിട്ടോ എങ്ങനെ വേണോ പിരിച്ചെടുക്കാം. അപ്പൊ ഈശാവാസ്യം എന്നുള്ളതിന്റെ അവിടെ ഒരു ആ കൂടെ ഉണ്ടെങ്കിലും ഈശാവാസ്യം എന്ന് തന്നെ എഴുതിയിരിക്കും, പറയും. അതുകൊണ്ട് ചിലർ ഇതിനെ ആവാസ്യം എന്ന് പിരിക്കുന്നു, ചിലർ വാസ്യം എന്ന് പിരിക്കുന്നു, ചില വ്യാഖ്യാതാക്കൾ. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ, അർത്ഥം. അദ്വൈതപരമായ വ്യാഖ്യാനത്തിന് രണ്ടു തരത്തിൽ പിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ആവാസ്യം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഈശ്വരീയ ജ്ഞാനത്തിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ വാസ്യം എന്ന് പിരിച്ചു. അങ്ങനെ പിരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. അങ്ങനെ ഇത് ഉപനിഷത്ത് മന്ത്രങ്ങളാണ്. ഉപനിഷത്ത് മന്ത്രങ്ങൾക്ക് ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മാധ്യന്തിനി ശാഖയിൽ, കണ്ണു ശാഖയിലെല്ലാം ഈ ഉപനിഷത്തുകളുണ്ട്. എന്നുവെച്ചാൽ ഓരോ പരമ്പരയിൽ ഇത് സ്വാധ്യായം ചെയ്തു വരുന്ന രീതികളാണ് ഈ ശാഖകളെന്ന് പറയുന്നത്, വേദശാഖകൾ. അത് വേദത്തിന് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള പാഠങ്ങളുണ്ട്. ഘനപാഠം, പദപാഠം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പാഠങ്ങളുണ്ട്. അപ്പോൾ പദപാഠം വരുമ്പോൾ പദങ്ങളെ പിരിച്ച് പലതരത്തിൽ പദങ്ങളെ പിരിച്ചിട്ട് വേദം ചൊല്ലും. അങ്ങനെ പിരിച്ചു ചൊല്ലുമ്പോൾ ഇവിടെ ഈശ വാസ്യം എന്ന് പിരിച്ചു ചൊല്ലുന്ന സമ്പ്രദായം, ആ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് വാസ്യം എന്ന് ഭാഷ്യകാരൻ പിരിച്ചത്. അല്ലാതെ സ്വയം അങ്ങനെ ചെയ്തതല്ല. വേദം ചൊല്ലുന്നിടത്ത് തന്നെ ഇങ്ങനെ പദങ്ങളെ പിരിച്ച് ചൊല്ലി ശീലിച്ചിട്ടുള്ള ആ ശീലം വെച്ചുകൊണ്ടാണ് ഇവിടെ വാസ്യം എന്ന് വ്യാഖ്യാതാക്കൾ പിരിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്നുള്ള വേദത്തെ വ്യാഖ്യാനിക്കുന്നവരും ഇതിന് ഗവേഷണം നടത്തുന്നവരുമൊന്നും ഈ സമ്പ്രദായങ്ങളെയോ വേദപാഠ ശൈലികളെയോ ഒന്നും മനസ്സിലാക്കാതെ ഇതിനെയൊക്കെ പിരിക്കുന്നുണ്ട്. അവരവരുടെ കൽപ്പന അനുസരിച്ച് ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള ഇതനുസരിച്ച്. എന്തിന് ഈ സംസ്കൃത ഭാഷയിൽ സാമാന്യമായ പരിചയം പോലും ഇല്ലാത്ത എത്രയോ പേര് ഇതെല്ലാം വ്യാഖ്യാനിച്ചിരിക്കുന്നു. ആ വ്യാഖ്യാനങ്ങൾ പഠിച്ച എത്രയോ ആത്മജ്ഞാനികൾ ഉണ്ടായിരിക്കുന്നു. അതാണ് അത് ചെയ്യും.
സാമാന്യ പരിചയം പോലും ഇല്ലാത്തവർ. അപ്പോൾ ആ കാര്യം പോട്ടെ. ഇവിടെ ഇപ്പോൾ അതല്ല. അങ്ങനെയുള്ള എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പദങ്ങളിൽ വിദ്വാൻമാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് സമാനം ഞാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം. പലതരത്തിൽ ഇതിന്റെ പദപാഠത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരാം. പക്ഷെ ആത്യന്തികമായ താല്പര്യത്തിലൂടെ വ്യത്യാസമൊന്നുമില്ല. ആവാസ്യം എന്ന് പറഞ്ഞാലും വാസ്യം എന്ന് പറഞ്ഞാലും അതിന്റെ താല്പര്യം ഒന്നായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ താൻ മനസ്സിലാക്കിയിരിക്കുന്ന ആ പദപാഠക്രമം അനുസരിച്ച് ഭാഷ്യകാരങ്ങളുടെ വാസ്യം എന്ന് എടുക്കും. വസ് എന്ന് പറയുന്ന ഒരു ധാതുണ്ട് സംസ്കൃതത്തിൽ. വസ് നിവാസി, വസതി, വസാമ എന്നൊക്കെ നമ്മൾ പറയുന്നു. അതിന്റെ കൂട്ടത്തിൽ ആങ് എന്ന് പറയുന്നൊരു വസ്ത്രം കൂടെ ചേർത്താൽ ആ വസ് എന്ന് വരും. അതാണ് ആ വസതി എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ. കുറച്ച് വിശേഷമായ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ആ കൂടെ ചേർക്കുന്നു. വസിക്കുന്നു എന്ന് പറഞ്ഞാലും ആവസിക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാനുണ്ടല്ലോ ആവാസം എന്നുവെച്ചാൽ താമസ സ്ഥാനം. വസിക്കുന്നു എന്നും മലയാളത്തിൽ പറയാറുണ്ട്, താമസിക്കുന്നു. അപ്പൊ രണ്ടും ഒന്ന് തന്നെ. ആവസിക്കുന്നു. വസുധാതുവിന് തന്നെ ആച്ഛാദന എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടിയുണ്ട്. വസ ആച്ഛാദന, ആച്ഛാദനം ചെയ്യുക, പൊതിയുക എന്നുള്ള അർത്ഥം. ഇവിടെ ഇപ്പോൾ ആ അർത്ഥമാണ് സ്വീകരിച്ചിരിക്കുന്ന ഭാഷ്യകാരൻ. ആച്ഛാദനം ചെയ്യുക എന്ന് പറയുന്ന അർത്ഥം. വസ ആച്ഛാദന. വാസ്യം ആച്ഛാദനീയം. എന്തുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥത്തെ എടുത്തു? ആത്മജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി. ഇവിടെ അതിനാണ് പ്രാധാന്യം. അപ്പൊ ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരജ്ഞാനത്താൽ ആച്ഛാദനം ചെയ്യണം എന്നാണ്. ഈശ്വരജ്ഞാനം കൊണ്ട് പൊതിയണം എന്നാണ്. അത് നല്ലൊരു ഭാവനയാണ്. ഈശ്വരജ്ഞാനം കൊണ്ട് ഇതിനെല്ലാം പൊതിയണം എന്നാണ്. അതാണ് ഈശാവാസ്യം, ആച്ഛാദനീയം. കിം എന്താണ്? എന്തിനെ പൊതിയണം, എന്തിനാച്ഛാദനം ചെയ്യണം പറയുന്നു. ഇതം സർവം. ഇവിടുത്തെ മന്ത്രത്തിൽ പറയണം ഇതം സർവം. മന്ത്രം ശ്രുതി ജീവന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈശ്വരജ്ഞാനത്തെ കൊണ്ട് സർവത്തെയും പൊതിയണം, ആച്ഛാദനം ചെയ്യണം, മറയ്ക്കണം. അദ്വൈതത്തിന്റെ ഭാഷയിൽ അത് വിശദീകരിക്കും. എന്താണെന്ന് അടുത്ത് പറയുന്നു. ഇതം സർവം യത് കിഞ്ച. ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. യത് കിഞ്ച ജഗത്യാം പൃഥിവ്യാം. ജഗത്ത് എന്ന് പറയുന്നതിനർത്ഥം പറഞ്ഞു പൃഥ്വി. ഈ പൃഥ്വിയിൽ, ഈ ഭൂമിയിൽ. കാരണം നമ്മളുടെ ചുറ്റും കാണുന്നത് നമ്മുടെ അടുത്ത് കാണുന്ന ഭൂമിയാണല്ലോ. അതുകൊണ്ട് അതിനാദ്യം പറഞ്ഞു ജഗത് സർവവും തത്സർവം. ജഗത്യാം ജഗത്ത്. ജഗത്തിൽ ജഗത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു ശൈലിയാണ്. നാടായ നാടല്ല, ലോകമായ ലോകമല്ല എന്ന് പറയാറില്ല. സർവത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നതാണ്. അതാണ് ഒരു ശൈലിയാണ്. നാടായ നാടെല്ലാം, പല നാട്, സർവനാടുകളും എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. അതുപോലെ നാമരൂപാത്മകമായി എന്തൊക്കെയുണ്ടോ അത് സർവവും. അല്ല പൃഥ്വി എന്ന് പറയുമ്പോൾ ഈ ലോകമാണ്, ഈ ഭൂമിയാണ്, നമ്മുടെ ചുറ്റുമാണ്, അങ്ങനെ ധരിക്കരുത്. ലോകം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പ്രപഞ്ചം എന്നാണ്. പച്ചി വിസ്താരേ, അതിവിപുലമായതെന്നാണ് പ്രപഞ്ച ശബ്ദത്തിന്റെ അർത്ഥം തന്നെ. ബ്രഹ്മത്തെ നമുക്ക് പൂർണ്ണമായി അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ആകുന്നുള്ളൂ നമ്മുടെ ബുദ്ധി. അപാരമായ പ്രപഞ്ചത്തിന്റെ അതിസൂക്ഷ്മമായ ഒരു ചെറിയ അംശമാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധി കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത്ര വിപുലമാണ് ഈ പ്രപഞ്ചം. അത് പറഞ്ഞല്ലോ സ്ഥൂല സൂക്ഷ്മ കാരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. സ്ഥൂലമായ പ്രപഞ്ചമാണ് നമ്മുടെ ബാഹ്യമായ അന്വേഷണ നിരീക്ഷണങ്ങൾക്കെല്ലാം, നിഗമനങ്ങൾക്കെല്ലാം വിഷയമായിരിക്കുന്ന ബാഹ്യപ്രപഞ്ചമാണ്. അധ്യാത്മശാസ്ത്രത്തിലാണ്
ആന്തരിക പ്രപഞ്ചത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. പറയാറില്ലേ 14 ലോകങ്ങൾ. കപ്പലോടിച്ചു പോയാലൊന്നും കാണാൻ പറ്റത്തില്ല. പാൽക്കടലും അല്ലേ, അതല വിതല സുതലം രസാതലം തലാതലം ലോകങ്ങളെ കുറിച്ച് പറയുന്നു. റോക്കറ്റിൽ പോയാൽ കാണുന്ന ലോകമല്ല. എന്തുകൊണ്ടതൊക്കെ ആന്തരികമായ ലോകങ്ങളാണ്, സൂക്ഷ്മ ലോകങ്ങളാണ്. അതീന്ദ്രിയ പ്രജ്ഞയിൽ ഒരു ജീവന്റെ ആന്തരികമായ അനുഭൂതിയിൽ വെളിപ്പെടുന്ന ലോകങ്ങളാണ് അതെല്ലാം. അത് തന്നെ എത്രയോ വിപുലങ്ങളാണ്. നമ്മൾ വാസിഷ്ഠം പോലെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുക. അതിൽ അത്തരം ലോകങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതായത് അന്തർമണ്ഡലത്തിൽ, നമ്മുടെ അന്ധകരണത്തിൽ ആണ് ഇതെല്ലാം പ്രകടമാകുന്നത്. മനസ്സ് അന്തർമുഖമാകുന്ന പുണ്യവാന്മാരായ ജീവന്മാർക്ക് തന്റെ ഉള്ളിൽ വെളിപ്പെടുന്ന ലോകങ്ങളാണ് ഈ പറയുന്ന 14 ലോകങ്ങളും മറ്റും. മണ്ണ് കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാതാളം കാണത്തില്ല, അതിന്റെ അടിയിൽ ലാവയാണ്, അതേ കാണാൻ പറ്റത്തുള്ളൂ. ഒരു പാതാളം കാണുന്ന ലോകമുണ്ട്, അത് ആന്തരിക ലോകങ്ങൾ, സൂക്ഷ്മ ലോകങ്ങൾ, അതിവിപുലമാണ്. നമ്മൾ പറയാറില്ലേ ഭൂതപ്രേത പിശാചികൾ ചണ്ടമുണ്ടന്മാരെല്ലാം താമസിക്കുന്ന ലോകങ്ങളുണ്ട്. അതൊന്നും പുറമേ പോയി നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. സൂക്ഷ്മ ലോകങ്ങൾ, അതീന്ദ്രിയ ലോകങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളല്ലാതെ എന്നുവെച്ചാൽ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ അന്ധകരണത്തിന്റെ സൂക്ഷ്മ ലോകങ്ങളിൽ അങ്ങനെ ഉള്ള ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന ജീവന്മാരുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സിദ്ധന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാരെന്നൊക്കെ പുരാണങ്ങളിൽ വർണ്ണിക്കുന്നില്ല. അങ്ങനെയുള്ള അവിടെ പറയുന്നില്ലേ നാഗലോകം, യക്ഷലോകം, മറ്റേ ലോകം, മറിച്ച ലോകം എന്നൊക്കെ പറയും. പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള അതിവിപുലമായ ആന്തരിക ലോകങ്ങൾ, അത് സൂക്ഷ്മ ലോകം. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്ര വിപുലമാണ്. ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്ന അജ്ഞാനലോകം, കാരണലോകം, അജ്ഞാനമണ്ഡലം, ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ഈ അതിവിപുലമായ ലോകത്തെയെല്ലാം തുച്ഛമാക്കുന്നതും വിപുലമാക്കുന്നതെല്ലാം അജ്ഞാനമണ്ഡലം. അങ്ങനെയുള്ള ഈ ലോകങ്ങൾ, സ്ഥൂല സൂക്ഷ്മ കാരണ രൂപത്തിലുള്ള ഈ ലോകങ്ങൾ, പ്രപഞ്ചം എന്ന് പറയുന്നതാണ്. ഈ ലോകത്തെ സർവ്വത്തെയും ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞു എന്താണ് ജഗത്യാം ജഗത്. വാസിഷ്ഠം എന്നുള്ള ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കുക. വസിഷ്ഠനും മറ്റും അങ്ങനെ ആ ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് അറിയാം. ഇല്ലെങ്കിൽ കണ്ണടച്ച് ധ്യാനിക്കണം. പുണ്യമുണ്ടെങ്കിൽ ആ ലോകങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെയുള്ള സർവജഗത്തും പൃഥിവ്യാം ജഗത്, ഈ ലോകത്തിലുള്ള ആ സർവ്വലോകങ്ങളും, അത് സർവ്വം എന്താണ്? ശേന ആത്മന ഈശേന പറയുന്നു. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാഞ്ജഗത്. നാടായ നാടല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകമെല്ലാം എന്താണ്? ഈശാവാസ്യം, ഈശ്വരജ്ഞാനത്താൽ ഈ ലോകത്തെയെല്ലാം ആച്ഛാദനം ചെയ്യണം എന്നാണ് ഭാഷ്യം പറയുന്നത്. ഈശ്വരജ്ഞാനം കൊണ്ട് ആച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. പ്രത്യേകാത്മതയാ ഈശ്വരൻ, പ്രത്യേകാത്മാവ്, ഈശ്വരൻ അത് പറയുന്നു. പ്രത്യേകാത്മതയാ, പ്രത്യേകാത്മഭാവത്തിൽ തന്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണത്, അല്ലെങ്കിൽ അത് താൻ തന്നെയാണ്. അങ്ങനെ പ്രത്യേകാത്മതയാ ഒന്നുകൂടി വിശദീകരിക്കുന്നു. അഹമേവ ഇദം സർവം, അഹമേവ ഇദം സർവം. അങ്ങനെ ഞാൻ തന്നെയാണ് ഇത് സർവം, ഞാൻ തന്നെയാണ് ഇത് സർവം എന്ന് പറയുമ്പോൾ അത് ഒരു അഹന്തയാകാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു പ്രത്യേകാത്മതയാ. താനെന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകാത്മാവിനെ ഗ്രഹിക്കും. ഞാനെന്ന് പറയുന്നതിന് ദോഷമില്ല. പക്ഷെ ഞാനെന്ന് പറയുമ്പം അവിടെ ഗ്രഹിക്കേണ്ടത് താനെന്ന് പറയുന്ന വ്യക്തിയല്ല, മറിച്ച് ആ പ്രത്യേകാത്മാവിനെയാണ്. പ്രത്യേകാത്മരൂപത്തിൽ താൻ തന്നെയാണ് ഇതം സർവം. നേരത്തെ പറഞ്ഞ ജഗത്യാം ജഗത്, നാമരൂപാത്മകമായിരിക്കുന്ന സർവവും താൻ തന്നെയാണ്. ഇതി പരമാർത്ഥ സത്യരൂപേണ, ഇതാണ് പരമാർത്ഥം, ഇതാണ് സത്യം. ആ രൂപത്തിൽ അനർത്ഥം ഇതം സർവം എന്ന് വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അനർത്ഥമാവും, മിഥ്യാവും. ചരാചരം, സർവം എന്ന് പറയുമ്പോൾ ചരാചര രൂപത്തിലുള്ള സർവവും. അതിനൂടെ പറഞ്ഞു
ആച്ഛാദനീയം എന്നർത്ഥം. സ്വേന പരമാത്മന സർവത്തെയും ആച്ഛാദനം ചെയ്യണം. എന്തുകൊണ്ട്? എങ്ങനെ? താൻ തന്നെയാണ് ഇത് സർവവും എന്നുള്ള ജ്ഞാനം കൊണ്ട്. ജ്ഞാനം എന്നുള്ള വാക്ക് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷെ അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പരമാർത്ഥ സത്യസ്വരൂപത്തിലെന്ന് പറഞ്ഞാൽ എന്താണ്? പരമാർത്ഥ സത്യജ്ഞാനം കൊണ്ട് താൻ തന്നെയാണ് ഈ കാണുന്ന സർവവും ചരാചരവും എന്നുള്ള ജ്ഞാനം കൊണ്ട് സർവത്തെയും ആച്ഛാദനം ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞാൽ വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പരമാത്മജ്ഞാനം കൊണ്ട് അനർത്ഥ ബുദ്ധിയെ തിരസ്കരിക്കണം എന്നാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കണം എന്ന് പറയും. അദ്വൈതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ ബാധ എന്നാണ്. സത്യജ്ഞാനം മിഥ്യാജ്ഞാനത്തെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. രജ്ജുജ്ഞാനം സർപ്പജ്ഞാനത്തെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കുണ്ടാകുന്ന ഒരു ജ്ഞാനം ഭ്രമമാണെങ്കിൽ ആ ജ്ഞാനം ഇല്ലാതാകുന്നതിന് മറ്റൊരു ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം ആവശ്യമായി വരുന്നു. അപ്പോൾ ആ യഥാർത്ഥ ജ്ഞാനം ആ ബ്രഹ്മജ്ഞാനത്തെ ബാധിക്കുന്നു എന്ന് പറയും. അങ്ങനെയാ പറയുന്നത്. അതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. അപ്പോൾ ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിലുള്ള മിഥ്യാജ്ഞാനങ്ങൾ ആ ജ്ഞാനത്തെയെല്ലാം സത്യജ്ഞാനം കൊണ്ട് സത്യജ്ഞാനം ബാധിക്കണം എന്നർത്ഥം. പരമാത്മജ്ഞാനം അനർത്ഥജ്ഞാനത്തെ തിരസ്കരിക്കുന്നു. ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ആശയം ഇതായി. ഭാഷ്യത്തിന്റെ താല്പര്യം താൻ തന്നെയാണ് സർവവും എന്നുള്ള ജ്ഞാനം കൊണ്ട് ഇന്ന് നിലവിലിരിക്കുന്ന മറ്റ് ജ്ഞാനങ്ങളെയെല്ലാം തിരസ്കരിക്കണം. ഈ ജ്ഞാനം കൊണ്ട് മറ്റ് ജ്ഞാനമെല്ലാം ബാധിക്കപ്പെടണം. മറ്റ് വിപരീത ജ്ഞാനങ്ങളാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ജ്ഞാനം, താൻ ജീവനാണ് എന്ന് തുടങ്ങിയ ഒരുപാട് ജ്ഞാനങ്ങളുണ്ട്, അറിവുകളുണ്ട്. ഈ അറിവുകളെല്ലാം ഈ പരമാത്മജ്ഞാനം കൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യേകാത്മജ്ഞാനം കൊണ്ട്, ഞാൻ സർവാന്തരമായ സർവാധിഷ്ഠാനമായ പരമാത്മാവാണ് എന്നുള്ള ജ്ഞാനം കൊണ്ട് ഇതിനെ തിരസ്കരിക്കണം. മറ്റു ജ്ഞാനങ്ങളെല്ലാം ഇല്ലാതാക്കണം എന്നാണ് ഈശാ വാസ്യം ഇദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറയുന്ന മന്ത്രത്തിന്റെ ഭാഷ്യം. അങ്ങനെയാണ്. അതിനൊരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് അടുത്ത്. യഥാ ചന്ദന അഗര്വാദേർ ഉദകാദി സംബന്ധജ ക്ലേദാദിജം ഔപാധികം ദൗർഗന്ധ്യം തത്സ്വരൂപ നിഖർഷണേന ആച്ഛാദ്യതേ സ്വേന പാരമാർത്ഥികേന ഗന്ധേന. യഥാ ചന്ദന അഗര്വാദേഹി, ചന്ദനം അഗരു, അഖിൽ, അഖിലെന്ന് പറയുന്ന സുഗന്ധദ്രവ്യം. ഇപ്പൊ ചന്ദനവും അഖിലും മറ്റും ഉദകാദി സംബന്ധജം, അതിനെ വെള്ളത്തിലിട്ടിരുന്നു കഴിഞ്ഞാൽ അത് അതിൽ കിടന്ന് അഴുകും. 1-2 ദിവസം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് അഴുകിപ്പോകും. അതിന്റെ പുറം അഴുകും. ക്ലേദാദിജം, ക്ലേദം കുതിർന്നിട്ട് അതിൽ നിന്നെന്തുണ്ടാവും? ദുർഗന്ധം ഉണ്ടാവും. ഔപാധികം ദുർഗന്ധം. ചന്ദനം എന്ന് പറയുന്നത് സുഗന്ധമുള്ള വസ്തുവാണ്. പക്ഷെ വെള്ളത്തിൽ അത് 1-2 ദിവസം കിടന്നു കഴിഞ്ഞാൽ ആ തടി അഴുകിയിട്ട് അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവും. അങ്ങനെ ദുർഗന്ധമുള്ള ഒരു ചന്ദനത്തെ പുറത്തെടുത്തിട്ട് തസ്വരൂപ നികർഷണേന അതിനെ കല്ലിൽ ഉരയ്ക്കുക. വെള്ളത്തിൽ നിന്ന് അഴുകി പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിന് ദുർഗന്ധമായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ പുറത്തെടുത്തിട്ട് ഉരച്ചു കഴിഞ്ഞാൽ തസ്വരൂപ നികർഷണേന, അത് ഉരയ്ക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആച്ഛാദ്യത, അതിൽ നിന്ന് സുഗന്ധം ഉണ്ടാവും. കാരണം അതിന്റെ പുറത്തിരിക്കുന്ന അഴുകിയ ഭാഗങ്ങളെല്ലാം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ കാതൽ ഉരച്ചു കഴിയുമ്പോൾ വീണ്ടും അതിന് സുഗന്ധമായിരിക്കും ഉണ്ടാവും. കാതൽ ഉരയ്ക്കുമ്പോൾ ആ സുഗന്ധം എന്ത് ചെയ്യുന്നു? അതുവരെ അവിടെ വ്യാപിച്ചിരുന്ന ദുർഗന്ധത്തെ തിരസ്കരിക്കുന്നു, ബാധിക്കുന്നു എന്ന് പറയും. ആച്ഛാദ്യത എന്ന് പറയുന്നത് അതാണ്. ഇവിടെ ഈശ്വരീയ ജ്ഞാനം കൊണ്ട്
അനർത്ഥ ജ്ഞാനത്തെ ആച്ഛാദനം ചെയ്യണമെന്ന് പറഞ്ഞ് ഈ രീതി മനസ്സിലാക്കണമെന്നാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത്. അഴുകിയ ചന്ദനത്തിൽ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധത്തെ അതേ ചന്ദനത്തെ തന്നെ ഉരസി, അതിന്റെ കാതന്നെ ഉരസി, അതിൽ നിന്നുണ്ടാകുന്ന സുഗന്ധം എങ്ങനെയാണോ ഇല്ലാതാക്കുന്നത്. ദുർഗന്ധമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? സുഗന്ധത്തെ അവിടെ വ്യാപിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ദുർഗന്ധം ഇല്ലാതാകുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ അനർത്ഥജ്ഞാനമാകുന്ന ദുർഗന്ധം ഈ ജീവന്റെ അന്ധകരണത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. അതൊരു ദുർഗന്ധമാണ്. മിഥ്യാജ്ഞാനമാണ്. ശോകമോഹാദികൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഈ ശരീരജ്ഞാനം ഉൾപ്പെടെയുള്ള മിഥ്യാജ്ഞാനം അതൊരു ദുർഗന്ധമാണ്. ഇതിനെ എന്താണ്? നിഘർഷണം ചെയ്യുന്നു. തന്റെ തന്നെ ഉള്ള് ചന്ദനത്തിന്റെ കാതലിനെ ഉരയ്ക്കണം. അതുപോലെ ഇവിടെ എന്താണ്? ഉപനിഷത്ത് മന്ത്രത്തിന്റെ ശ്രവണ മനന നിധ്യാസനം എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെ തന്റെ തന്നെ ഉള്ളിനെ നികർഷണം ചെയ്തു കഴിഞ്ഞാൽ, ഉരസിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സുഗന്ധം വ്യാപിക്കും. അതായത് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും. ആ യഥാർത്ഥ ജ്ഞാനം എന്ത് ചെയ്യുന്നു? മുമ്പുണ്ടായിരുന്ന അനർത്ഥജ്ഞാനത്തെ ബാധിക്കുന്നു, തിരസ്കരിക്കുന്നു, ഇല്ലാതാക്കുന്നു. അവിടെ യഥാർത്ഥ ജ്ഞാനം വ്യാപിക്കുന്നു എന്ന് വളരെ മനോഹരമായൊരു ഉദാഹരണത്തിലൂടെ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. ആച്ഛാദ്യത, അതാണ് ഇവിടെ ആച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ. മൂടുക എന്ന് പറഞ്ഞാൽ അതാണ്. മൂടണമെങ്കിൽ മറ്റൊന്ന് വേണമല്ലോ. ഇപ്പൊ പരമാത്മജ്ഞാനം മറ്റൊരു ജ്ഞാനത്തെ മൂടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ആ ജ്ഞാനത്തെ നമ്മുടെ അന്ധകരണത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റിയാണ് ഇവിടെ മൂടുക എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വസ് ആച്ഛാദന എന്ന് പറയുന്ന അർത്ഥത്തെ എടുത്ത് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചെന്തിന്? പരമാത്മ തത്വം എന്നുള്ളതിനല്ല, പരമാത്മജ്ഞാനം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അസനിവാസെ എന്നുള്ള ധാതു അർത്ഥത്തിന് എടുത്താണ് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവിടെ പരമാത്മ തത്വം അതിന് പ്രാധാന്യം വരും. രണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിൽ എന്താണ്? അനർത്ഥ ബുദ്ധിയെ തിരസ്കരിക്കുക. അതാണ്. അതിന് സത്യബുദ്ധി വേണം. അപ്പൊ ആ സത്യബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ആച്ഛാദന എന്നർത്ഥം വരുന്ന ധാതുവിനെ എടുത്ത് വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനമായാലും അദ്വൈത വിചാരത്തിന് തടസ്സമൊന്നുമില്ല, ശരിയായ ഈശ്വരബോധത്തിനും തടസ്സമില്ല. രണ്ടുമാകാം. സേന പരമാത്മന എന്നാണ്. ആ പരമാത്മജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു? തസ്വരൂപ നിഘർഷണേന, ആ സ്വരൂപത്തെ ഉരച്ച്, അതിന്റെ കാതലിനെ ഉരച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആച്ഛാദ്യതയെ, ആ ദുർഗന്ധത്തെ ആച്ഛാദനം ചെയ്യുന്നു, ബാധിക്കുന്നു. സേന പാരമാർത്ഥികേന ഗന്ധേന, ചന്ദനത്തിന്റെ പാരമാർത്ഥികമായ ഗന്ധം, യഥാർത്ഥത്തിലുള്ള ഗന്ധം എന്താണ്? സുഗന്ധമാണ്. പിന്നെ നേരത്തെ ഉണ്ടായ ഗന്ധമോ? ദുർഗന്ധം. അതാണ് പറഞ്ഞത് ക്ലേദാദിജം ഔപാധികം. ക്ലേദം, ഈർപ്പം. ആ ഈർപ്പം കൊണ്ടുണ്ടായത്, നനവ് കൊണ്ടുണ്ടായതാണ് എന്താ? ഔപാധികം. നനവെന്ന് പറയുന്നൊരു ഉപാധിയാണ്. ഉപാധി കൊണ്ടുണ്ടായതാണ് ദുർഗന്ധം. ആ ദുർഗന്ധത്തെ പാടെ ഇല്ലാതാക്കി അതിൽ നിന്ന് തന്നെ വന്ന സുഗന്ധം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേറെ കാര്യം മനസ്സിലാക്കാം. ഒരു ഉപമ, ഒരു ദൃഷ്ടാന്തം പറയുമ്പോൾ അതിന് സമാനതയുള്ള ആശയങ്ങളെ ഗ്രഹിക്കാവൂ. നമ്മുടെ തത്വബോധത്തിന് വിപരീതമായ എന്തെങ്കിലും ആശയത്തെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഉപമയെ, ദൃഷ്ടാന്തത്തെ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു. സമാനമായ ആശയങ്ങളെ ഗ്രഹിക്കണം. സിദ്ധാന്തത്തിനോട് യോജിക്കുന്ന ആശയങ്ങളെ അതിൽ നിന്ന് ഗ്രഹിക്കണം. അങ്ങനെയുള്ള പല ആശയങ്ങളെയും ഗ്രഹിക്കാം. കാരണം ഈ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ഈ വിപരീത ജ്ഞാനം ഉണ്ടായിരിക്കുന്നത്. അതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ചന്ദനത്തിൽ നിന്ന് തന്നെയാണ് ദുർഗന്ധം ഉണ്ടായത്, മറ്റൊന്നിൽ നിന്നുമല്ല. പക്ഷെ വെറും ചന്ദനത്തിൽ നിന്നല്ല, പരിശുദ്ധമായ പരമാത്മാവിൽ നിന്നല്ല ഈ അനർത്ഥബോധം ഉണ്ടായത്, മിഥ്യാബോധം ഉണ്ടായിരിക്കുന്നത്. പിന്നെയോ അവിടെ ജലം ചന്ദനത്തിനോട് ചേർന്ന് ജലസമ്പർക്കം, അതാണ് ഉപാധി. ഔപാധികം എന്ന് പറഞ്ഞാൽ ഉപാധിയിൽ നിന്നും ഉണ്ടായത്. അപ്പൊ ഔപാധികമാണ് ഇവിടുത്തെ ദുർഗന്ധം. അതുപോലെ ഇവിടെ എന്താണ്? അജ്ഞാനമാകുന്ന ഉപാധി, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന മായാശക്തിയാകുന്ന ഉപാധി. നേരത്തെ പറഞ്ഞല്ലോ, സ്വാഭാവികം, അനാദിയായിരിക്കുന്ന അജ്ഞാനം അല്ലെങ്കിൽ മായയാകുന്ന ഉപാധി. ആ ഉപാധി കൊണ്ടാണ് ഇവിടെ പരമാത്മാവിൽ അനർത്ഥ ബുദ്ധി ഉണ്ടായത്, ജീവഭാവം ഉണ്ടായത്, സംസാരബന്ധം ഉണ്ടായത്, ശോകമോഹാദി ക്ലേശങ്ങളെല്ലാം ഉണ്ടായത്. അതിന് കാരണം അജ്ഞാനം അല്ലെങ്കിൽ മായയാണ്. പക്ഷെ അതിനെ ഇല്ലാതാക്കാം.
ഈ ഔപാധികമായ ദുർഗന്ധത്തെ ഇല്ലാതാക്കാം. ഈ ദുർഗന്ധമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസാര ക്ലേശങ്ങളെല്ലാം. ഈ ദുർഗന്ധമാണ്. എങ്ങനെ? സ്വരൂപ നിഖർഷണേന എന്നർത്ഥം. ആ ചന്ദനത്തിന്റെ പുറത്തിരിക്കുന്ന അഴുക്കുകൾ നീക്കിക്കളയാൻ വേണ്ടി അതിനെ വീണ്ടും കല്ലിൽ ഉരയ്ക്കുക. ആ ഉരയ്ക്ക് അതിന്റെ കാതൽ ഉരച്ചെടുക്കണം. അപ്പോ നമ്മുടെ അന്ധകരണത്തെ തന്നെ ഈ മായാശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനെ സൂക്ഷ്മമായി അന്തരാത്മാവിലേക്ക് ഇതിനെ ഉരയ്ക്കണം എന്നർത്ഥം. കർഷണം ചെയ്യണം. ഇതിന് വേറെ അരണി കടയുന്ന ദൃഷ്ടാന്തം പറയും വേദങ്ങളിൽ തന്നെ. അരണി കടഞ്ഞെങ്ങനെയാണോ അതിൽ നിന്ന് അഗ്നി ഉണ്ടാക്കും. അഗ്നി ഉണ്ടാക്കി പ്രകാശത്തെ ഉണ്ടാക്കുന്നു. അരണി കടഞ്ഞ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈശാവാസ്യം ഇദം സർവം തുടങ്ങിയ ഉപനിഷത്ത് മന്ത്രങ്ങൾ, വൈദിക മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ കൊണ്ട് നിഖർഷണം ചെയ്യണം തന്റെ അന്ധകരണത്തെ തന്നെ. അങ്ങനെ ഉരസി ഉരസി ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തണം. അത് സ്വയം പ്രകടമാകും. ചന്ദനത്തിൽ തന്നെ ഉണ്ടായിരുന്നു സുഗന്ധം, അത് പ്രകടമായില്ലെന്നേ ഉള്ളൂ. ദുർഗന്ധം പുറമെ അനുഭവപ്പെട്ടപ്പോഴും ഉള്ളിൽ സുഗന്ധമായിരുന്നു. അതുപോലെ ഈ സംസാരബന്ധം ക്ലേശങ്ങൾ പുറമെ അനുഭവപ്പെടുമ്പോഴും ഉള്ളിൽ ക്ലേശരഹിതമായ ആനന്ദ സ്വരൂപമാണ്. അതിന് ശ്രവണ മനനങ്ങളാകുന്ന ഉരസൽ, അതാണ് ഉരസൽ. മന്ത്രത്തെ കൊണ്ട് ഈശാവാസ്യം തുടങ്ങി ഈ മന്ത്രങ്ങളെ ശ്രവണ മനനങ്ങളാകുന്ന ഉരസൽ കൊണ്ട് ഈ ഉള്ളിലിരിക്കുന്ന തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. അതാണ് ഇവിടുത്തെ സുഗന്ധം, സ്വരൂപപ്രകാശമാണ്. സ്വരൂപം വെളിപ്പെടുന്നു. തന്റെ യഥാർത്ഥ സ്വരൂപം സത്യമായ ആനന്ദമായ ജ്ഞാനസ്വരൂപം അതിനെ വെളിപ്പെടുത്തുന്നു. അതിനുള്ള ഉപായമാണ് ഇവിടെ. ഉരസലിന് പകരമാണ് ഇവിടെ ഈ ശ്രവണ മനനങ്ങൾ. അങ്ങനെ വെളിപ്പെടുമ്പോൾ ആ സ്വരൂപപ്രകാശത്തിൽ എന്ത് ചെയ്യുന്നു? ഈ അനർത്ഥ ബുദ്ധികളെല്ലാം ബാധിക്കപ്പെടുന്നു, ഇല്ലാതാകുന്നു, നിശേഷമില്ലാതാകുന്നു എന്ന് ഉള്ള ആ ആശയത്തെ ഈ സ്വരൂപത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭാഷ്യകാരൻ. അനുസ്വേന പാരമാർത്ഥികേന ഗന്ധേന, തന്റെ പരമാർത്ഥ ഗന്ധം കൊണ്ട്, തന്റെ പരമാർത്ഥ ജ്ഞാനം കൊണ്ട് ഈ അനർത്ഥജ്ഞാനത്തെ ഇല്ലാതാക്കണം എന്നാണ്. തദ്വദേവ, അത് തന്നെ ഉദാഹരണത്തിൽ വിശദീകരിക്കുന്നു. ഈ സ്വാത്മനി അധ്യസ്ഥം സ്വാഭാവികം കർത്തൃത്വ ഭോക്തൃത്വാദി ലക്ഷണം ജഗത് ദ്വൈതരൂപം ജഗത്യാം പൃഥിവ്യാം ജഗത്യാമിതി ഉപലക്ഷണാർത്ഥത്വ സർവമേവ നാമരൂപ കർമാഖ്യം വികാരജാതം പരമാർത്ഥ സത്യാത്മഭാവനയാ തെക്തം സ്യാത്. അടുത്തു വരുന്ന എന്താണ്? തേന തെക്തേന ഭുഞ്ചീധാഹ. എന്താണ് ഇവിടുത്തെ ത്യാഗം? അതാണ് പറയുന്നത് അടുത്ത്. തദ്വദേവ, എങ്ങനെയാണോ ചന്ദനത്തെ ഉരച്ച് അതിന്റെ സുഗന്ധം കൊണ്ട് അതിൽ നിന്നുണ്ടായ ദുർഗന്ധത്തെ ഇല്ലാതാക്കിയത്, അതുപോലെ തദ്വദേവ, അതുപോലെ തന്നെ ഹി സ്വാത്മനി, തന്നിൽ അധ്യസ്ഥം ആരോപിക്കപ്പെട്ടതായ, തന്നെ തന്നെ കൽപ്പിച്ചിരിക്കുന്ന സ്വാഭാവികം എന്നർത്ഥം. എന്താണ് സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അർത്ഥം? അനാദി, സ്വാഭാവികം. കാരണം സ്വാഭാവികം എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് സ്വതേ ഉള്ളത്, സത്യമായിട്ടുള്ളതെന്നുള്ള ഒരർത്ഥമാണ് വരുന്നത്. ഇവിടെ അതല്ല. അനാദിയായിരിക്കുന്ന, അനാദിയായി തന്നെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്താണ്? കർത്തൃത്വ ഭോക്തൃത്വാദി ലക്ഷണം. കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ലക്ഷണം, തുടങ്ങിയ രൂപത്തിലുള്ള ലക്ഷണം എന്ന് പറയുന്നതിന് ഞാൻ മുമ്പ് അർത്ഥം പറഞ്ഞിട്ടുണ്ട് പഴയ മുൻ ക്ലാസ്സുകളിൽ. ലക്ഷണം ഓർമ്മയുണ്ടോ? ലക്ഷണം എന്ന് പറയുന്നതിന് എന്തർത്ഥം പറഞ്ഞു? പലതവണ വന്നിട്ടുള്ളതാ. അതും ഒരു 4-5 തവണയെങ്കിലും പറഞ്ഞിരിക്കും. എന്താണ് ലക്ഷണം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥം പറഞ്ഞത്? എന്താണ്? ആരെങ്കിലും പറയണം? കഴിഞ്ഞ ക്ലാസ്സിന് മാത്രമല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞു, ഏതാനും നിമിഷം മുമ്പും പറഞ്ഞു. ലക്ഷണം എന്നുള്ള ശബ്ദം പറഞ്ഞ് എന്റെ അർത്ഥവും പറഞ്ഞു.
ശരി, ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോട്ടെ. മുമ്പ് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ലക്ഷണം എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം പറഞ്ഞത്? എന്താണ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്വരൂപം. ശരിയാണ്, സ്വരൂപം. അതിനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത് മലയാളത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഏതെങ്കിലും എടുത്ത് വായിച്ചു നോക്കുക. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ മലയാളത്തിനും എഴുതിയിരിക്കും സ്വാഭാവികം. സംസ്കൃതം, കാരണം മലയാളത്തിലും സ്വാഭാവികം എന്ന് പറയുന്ന ശബ്ദമുണ്ട്. വ്യാഖ്യാതാക്കളുടെ കുറ്റമല്ല. ലക്ഷണം, മലയാള വ്യാഖ്യാനത്തിനും എഴുതിയിരിക്കും ലക്ഷണം. കാരണം മലയാളത്തിൽ ലക്ഷണം എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അവൻ നല്ല ലക്ഷണമുത്തവനാണെന്ന് പറയുമല്ലോ. അപ്പം നമ്മൾ ധരിക്കുന്നതും മലയാളത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തെയായിരിക്കും ധരിക്കുന്നത്. അതേസമയം സംസ്കൃതത്തിൽ ഉള്ളൊരു വ്യാഖ്യാനം എടുത്ത് നോക്കുക. അവിടെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം വ്യക്തമായി തന്നെ കൊടുത്തിരിക്കും. ഭാഷ്യത്തിന്റെ വ്യാഖ്യാനങ്ങൾ അവിടെ ലക്ഷണമെന്നല്ല, ലക്ഷണം എന്ന് പറഞ്ഞ പദത്തിന്റെ അനുവർത്തിക്കുകയോ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കത്തക്ക, കാരണം ഓരോ പദത്തിനും ഓരോ ദർശനത്തിനും ഓരോ സന്ദർഭത്തിനും ഒക്കെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ കൊടുക്കും. മലയാള വ്യാഖ്യാനങ്ങളിൽ മാത്രം അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല. കാരണം ഈ പദങ്ങൾ മലയാളത്തിൽ വേറെ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വ്യാഖ്യാതാക്കളും അത് തന്നെ ധരിച്ചിരിക്കുക. ആ അർത്ഥം തന്നെയായിരിക്കും ഇവിടെയും എന്ന് ധരിച്ചു. അവിടെ സന്ദർഭം, അതിനെ ഞാൻ പറഞ്ഞത്, ദർശനത്തിന് മാറും, സന്ദർഭം അനുസരിച്ചും അർത്ഥം മാറുമെന്ന് പറഞ്ഞു. അവിടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അടയാളം, ലക്ഷണം എന്ന് പറയുന്നിടത്ത്. ഇവിടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നാണ്. ലക്ഷണത്തിന് അങ്ങനെയുണ്ട്, അടയാളം എന്നുള്ള അർത്ഥമുണ്ട് ലക്ഷണത്തിന്. ഇവിടെ പറയുമ്പോൾ അതിന്റെ സ്വരൂപം എന്നാണ്. വ്യത്യാസം മനസ്സിലാക്കണം. അതാണ് ദർശനം അനുസരിച്ചും സന്ദർഭം അനുസരിച്ചും ശബ്ദങ്ങളുടെ അർത്ഥവ്യത്യാസം. നമ്മൾ അദ്വൈത ശാസ്ത്രം പഠിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ആ അർത്ഥത്തെ തന്നെ മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ്. അത് ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഞാനീ പറയുന്ന അർത്ഥവും ആകാശത്ത് നിന്ന് പൊട്ടി വീണതോ എനിക്ക് എന്തെങ്കിലും വെളിപാടുണ്ടായോ പറയുന്നതല്ല എന്ന് ധരിച്ചളയരുത്. ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ, ഇതിന്റെ സാമ്പ്രദായികമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ്. അതാണ് കർത്തൃത്വ ഭോക്തൃത്വാദി ലക്ഷണം. അതൊന്നും വായിക്കാൻ മെനക്കെടാതെയാണ് ആൾക്കാർ വ്യാഖ്യാനങ്ങൾ എഴുതുന്നത്. അത് ക്ലേശിക്കുന്ന ആരാ അതിനൊക്കെ വായിക്കണമെങ്കിൽ ബുദ്ധിമുട്ടണം. ഭാഷ്യത്തിന് തന്നെ, ശങ്കരഭാഷ്യത്തിന് പ്രസിദ്ധമാണ് ആനന്ദഗിരി ടീക. ഇതിന്റെ ഓരോ പദങ്ങൾക്കും അർത്ഥം എഴുതിയിട്ടുണ്ട്. കൂടാതെയുണ്ട്, എന്നാലും പ്രധാനമായിട്ട് പ്രചാരത്തിലുണ്ട്. അപ്പോൾ ഭാഷ്യം ആനന്ദഗിരി ടീകയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സാങ്കേതിക അർത്ഥങ്ങളെല്ലാം അത് വിശദീകരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ടൊരു വ്യാഖ്യാനത്തിന്റെ പേര്, അതുപോലെ നല്ല വ്യാഖ്യാനങ്ങളുണ്ട്. അത്തരം വ്യാഖ്യാനങ്ങളുടെ സഹായത്തോടുകൂടി നമ്മൾ ഭാഷ്യം മനസ്സിലാക്കണം എന്നാണ് മനസ്സിലാകും. അല്ല ഇനി ഭാഷാന്തരം ചെയ്തിട്ടുള്ള വായിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ഭാഷയിലുള്ള വ്യാഖ്യാനങ്ങൾ വായിക്കും, ഹിന്ദി അറിയാവുന്നവർക്ക്. കാരണം അതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് അറിവുള്ളവരാണ്. മിക്കവാറും നല്ല വ്യാഖ്യാനങ്ങളാണ് ഹിന്ദി ഭാഷയിലുള്ളത്. അത് ഹിന്ദി ഭാഷ അറിയാവുന്നവർക്കേ പറ്റും. മലയാളത്തെ ആശ്രയിക്കുന്നത് പലപ്പോഴും നമുക്ക് ഇതേപോലെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾ അർത്ഥ നിഷ്കർഷത കിട്ടത്തില്ല. അങ്ങനൊരു കുഴപ്പമുണ്ട്. ഇവിടെ പറയുന്ന എന്താണ്? കർത്തൃത്വ ഭോക്തൃത്വാദി ലക്ഷണം ജഗത്. എങ്ങനെയാണോ ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നത് അതുപോലെ സ്വാത്മാവിൽ, തന്നിൽ, അതിനെ ശ്രദ്ധിക്കുക. ഓരോ പദത്തിന്റെയും ആ വ്യക്തമായ അർത്ഥത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് സ്വാത്മാവിൽ എന്ന് വെച്ചാൽ തന്റെ തന്നെ സ്വരൂപത്തിൽ, തന്റെ തന്നെ സ്വരൂപത്തിൽ അധ്യസ്ഥം, ആരോപിതം, ആരോപിക്കപ്പെട്ട, കൽപ്പിക്കപ്പെട്ട
സ്വാഭാവികം അനാദിയായിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വാദി ലക്ഷണം. കർത്തൃത്വം ഭോക്തൃത്വം ഈ രൂപത്തിലുള്ള അതിന്റെ രൂപമാണ്. എന്താണ് ഈ ജഗത്തെന്ന് പറയുന്നത്? കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ തന്നെയാണ്. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, ഞാൻ അതിന്റെ ഫലം അനുഭവിക്കുന്നവനാണ് എന്നുള്ള നമ്മുടെ ആ ഭാവനകളുണ്ടല്ലോ, അതാണ് സംസാരം, ജഗത്തെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ജഗത്തെന്ന് പറയുന്നത് നമ്മളെ പുറമേ കാണുന്ന കല്ലും മണ്ണും വായുവും അഗ്നിയും മാത്രമല്ല. ഇവിടെ ജഗത്തെന്ന് വേദാന്തത്തിൽ പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭാവനകൾ കൂടി ജഗത്താണ്. ഉള്ളിൽ വരെ ലോകങ്ങളുണ്ട്, അത്രത്തോളം പോണ്ട. നമ്മുടെ ഉള്ളിൽ വരുന്ന ഭാവനകൾ കൂടി ഈ പ്രപഞ്ചമാണ്. എങ്ങനെയുള്ള ഭാവനകൾ? ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണ്, ഇങ്ങനെയുള്ള ഈ ഭാവനകളെല്ലാം ജഗത്താണ്. ദ്വൈതരൂപം, ഇതിനാണ് ദ്വൈതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജഗത്, ജഗത്യാം ഈ പൃഥ്വിയിൽ, ഈ ലോകത്തിൽ, ജഗത്യാമിതി ഉപലക്ഷണാർത്ഥത്വ. ജഗത്യാം എന്ന് പറയുന്നത് ഉപലക്ഷണത്തിന് വേണ്ടി പറഞ്ഞാണ്. എന്താണ് ഉപലക്ഷണം എന്ന് പറയുന്നത്? ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്, പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല എന്താണ്. ഉപലക്ഷണം സ്വബോധകത്വേ സതി സ്വൈതര ബോധകത്വം എന്ന് പറയും വേദാന്തിയുടെ ഭാഷയിൽ. ഉപലക്ഷണമായൊരു പദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രധാനമായ അർത്ഥത്തെയും ബോധിപ്പിക്കും, മറ്റു പലതിനെയും ബോധിപ്പിക്കും. ഒരു ശബ്ദം ഒന്നിനെ ബോധിപ്പിക്കുകയും അതോടൊപ്പം മറ്റു പലതിനെയും ബോധിപ്പിക്കുകയും ചെയ്താൽ ആ ശബ്ദത്തെ ഉപലക്ഷണമായി പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറയാം. ജഗത്ത് എന്ന് പറയുന്ന ഈ ശബ്ദം പൃഥ്വി എന്ന് പറയുന്ന അതിന്റെ അർത്ഥത്തെയും ബോധിപ്പിക്കുന്നുണ്ട്, അതല്ലാതെ വേറെ പലതിനെയും ബോധിപ്പിക്കുന്നുണ്ട്. കാരണം ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമാണല്ലോ. സൂര്യനും ചന്ദ്രനും എല്ലാം ഉൾപ്പെട്ട ഈ സൗരയൂഥം അതുമല്ല, അതിനപ്പുറമുള്ള ആകാശഗംഗ അതുമല്ല. നമ്മൾ കാണാത്തതും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായ ലോകങ്ങളെല്ലാം, നേരത്തെ പറഞ്ഞ 14 ലോകവും നാമരൂപങ്ങൾ സർവവും എന്ന് പറയാം. അപ്പൊ ഇതിനെല്ലാത്തിനും എടുക്കാൻ വേണ്ടിയിട്ട് ജഗത്തെന്ന് പറയുന്ന ശബ്ദം ഉപലക്ഷണമായി പ്രയോഗിച്ചിരിക്കുകയാണ്. അതിന്റെ വാച്യാർത്ഥത്തെ മാത്രം എടുത്താൽ പോരാ എന്നാണ്. സ്വബോധകത്വേ സതി സ്വൈതര ബോധകത്വം. ഇനി ഞാൻ ചോദിക്കും, ഇനി ചോദിക്കുമ്പോൾ ഞാൻ വിരളി ചൂണ്ടി ചോദിക്കും, ഇന്ന ആള് പറയണോ? അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ സമാനം പറയുന്നതുകൊണ്ട് എപ്പോഴും രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഞാൻ എന്റെ ചോദ്യത്തിനൊക്കെ ഇപ്പോൾ ഒരാൾ മാത്രമേ സമാനം പറയുന്നുള്ളൂ, അത് ശരിയാകത്തില്ല. ഉപലക്ഷണാർത്ഥത്വം, അത് ഉപലക്ഷണത്തിന് വേണ്ടിയാണ്. ചിലപ്പോൾ ആള് കുറഞ്ഞെന്നിരിക്കും, സാരമില്ല, എന്നാലും ചോദ്യം വരും. ഉപലക്ഷണാർത്ഥത്വം, അത് ഉപലക്ഷണത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കണം. ഉപലക്ഷണാർത്ഥത്വ, അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടി എന്നാണ് മലയാളത്തിൽ. ഉപലക്ഷണാർത്ഥം, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥം, വാക്കിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥശബ്ദത്തിന് മലയാളത്തിൽ പറയേണ്ട അർത്ഥം വേണ്ടി. വേണ്ടി എന്ന് പറയാറുണ്ടോ? പറയണം. ഭക്ഷണാർത്ഥം, ഭക്ഷണാർത്ഥം അന്നം, ഭക്ഷണാർത്ഥം എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടി. പാനാർത്ഥം ജലം, പാനം, പാനാർത്ഥം എന്ന് വെച്ചാൽ കുടിക്കുന്നതിന് വേണ്ടി. അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ വേണ്ടി എന്നാണ്. ഉപലക്ഷണാർത്ഥത്വം, അത് ഉപലക്ഷണത്തിന് വേണ്ടിയാണ് ഇത് പ്രയോഗിച്ചിരിക്കുന്നത്. ഉപലക്ഷണമായി പ്രയോഗിച്ചിരിക്കുകയാണ് എന്നർത്ഥം. ഉപലക്ഷണം എന്ന് പറയുന്ന ആ അർത്ഥത്തെ എടുക്കണം എന്നും വ്യാഖ്യാനിക്കാം. അങ്ങനെ ഈ ഭാഗം തന്നെ വ്യാഖ്യാനിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഇത് ഉപലക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സർവമേവ നാമരൂപ കർമാഖ്യം വികാരജാതം. അതുകൊണ്ട് നാമരൂപ കർമ്മം എന്ന് പറയപ്പെടുന്നതായ ആഖ്യ, പേര്, ആഖ്യ എന്ന് വെച്ചാൽ പേരെന്നാണ്. രാമാഖ്യ എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പേരുള്ള എന്നാണ്. കൃഷ്ണാഖ്യ, കൃഷ്ണൻ എന്ന് പേരുള്ള.
അപ്പൊ നാമരൂപ കർമാഖ്യം, രാമൻ എന്ന് പറയപ്പെടുന്നവൻ രാമാഖ്യൻ എന്ന് പറയാം. അതുപോലെ നാമരൂപ കർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്ന വികാരജാതം, വികാരം എന്ന് വെച്ചാൽ കാര്യം, ജാതം എന്ന് പറഞ്ഞ സമൂഹം, കാര്യസമൂഹം. ജാതം എന്ന് പറഞ്ഞാൽ ജനിച്ചത് എന്നുള്ള അർത്ഥത്തിൽ പറയും, ജനിച്ചത്. പക്ഷെ ഇവിടെ ജാതം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം എന്നാണ്. വികാരജാതം, സർവവികാരങ്ങളും എന്നുള്ള അർത്ഥം, സർവവും. പരമാർത്ഥ സത്യ ആത്മഭാവനയാ ത്യക്തം സ്യാത്. പരമാർത്ഥ സത്യ ആത്മഭാവനയിലൂടെ ത്യക്തം സ്യാത്, ത്യജിക്കപ്പെടുന്നു. ഇവിടെ അടുത്ത് പറയുന്നുണ്ടല്ലോ, തേന ത്യക്തേന ഭുഞ്ചീത. ത്യക്തേന എന്നുവെച്ചാൽ ത്യാഗേന എന്ന് ഭാഷകാരൻ അർത്ഥം പറയും. അടുത്ത് പറയാൻ പോകുന്ന ആ അർത്ഥത്തിന്റെ സൂചനയായിട്ടാണ് ഇവിടെ ത്യക്തം എന്ന് പറഞ്ഞത്. ത്യക്തേന ഭുഞ്ചീത, ത്യാഗേന ഭുഞ്ചീത പാലയേധ എന്നടുത്ത് അർത്ഥം പറയും. ത്യക്തേന എന്ന് പറയുന്നതിന് ത്യക്തേന ഭുഞ്ചീത, അതിനിങ്ങനെ അർത്ഥം പറഞ്ഞു മലയാളത്തിൽ പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. ത്യജിച്ചിട്ട് ഭുജിക്കുക എന്ന്. ത്യജിച്ചിട്ട് ഭുജിക്കുക എന്ന് വെച്ചാൽ ഛർദിച്ചിട്ട് ഭക്ഷിക്കുക എന്നാണ്. നമ്മൾ ആരാണെങ്കിലും അങ്ങനെ ഉപദേശിക്കാറുണ്ട്. ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം, പിന്നെ അതിന് ഛർദിച്ചിട്ട് ഒരിക്കൽ കൂടെ കഴിക്കും. അതാണ് ശരിയായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് ഉപദേശിക്കാറുണ്ട്. അങ്ങനെ ഉപദേശിച്ച് ആരെങ്കിലും കേൾക്കാറുണ്ടോ? അനുസരിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെ വ്യാഖ്യാനിക്കും. മലയാളത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു കണ്ടിട്ടുണ്ട്. തെക്തേന എന്ന് വെച്ചാൽ ത്യജിച്ചിട്ട്. തെക്തേന എന്ന് പറയുന്ന ശബ്ദത്തിന് ത്യജിച്ചിട്ട് എന്നുള്ള അർത്ഥം ഇല്ല, കിട്ടത്തില്ല. ത്യജിച്ചിട്ട് എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ തെക്ത്വ എന്ന് പറയണം. നമ്മൾ പറയാറുണ്ടല്ലോ, പീത്വ ഭുങ്ക്തേ, കുടിച്ചിട്ട്, ഭുങ്ക്ത്വ ഭക്ഷിച്ചിട്ട്, ഗത്വ പോയിട്ട്, പഠിത്വ പഠിച്ചിട്ട്, അതിന് ത്വാന്തം എന്ന് പറയും. ത്വാന്തം പൂർവ്വകാല ക്രിയ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു പ്രവൃത്തി ചെയ്തിട്ട് വേറെ പ്രവൃത്തി ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. ഭുക്ത്വ സുപിതി, ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നു അങ്ങനെ പറയാം. പിന്നീട് ഉറങ്ങുന്നു, അതിന് മുമ്പ് എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭുക്ത്വ എന്ന് പറയുന്നു. പഠിത്വ പഠിച്ചിട്ട്, അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തെക്തേന, തെക്ത്വ എന്നല്ല, ത്യാഗേന എന്നാണ്. ത്യാഗത്തിലൂടെ എന്നാണ്. ഭുഞ്ചീത അതിനർത്ഥം പറയും. ആ അർത്ഥം നമ്മൾ വിശദീകരിക്കും. ആ അർത്ഥ വിശദീകരണത്തിലേക്ക് നമ്മൾ കടന്നില്ല. ഇപ്പോൾ തെക്തം എന്ന് പറയുന്ന പദം വന്നതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞാണ്. കാരണം അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇത് ഭാഷ ഇത് വായിച്ചിട്ട് ചിലപ്പോൾ ചിലരെങ്കിലും പോയി മലയാളത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ എടുത്തിട്ട് വായിച്ചു നോക്കുമ്പോൾ പിന്നെ പറയും, സ്വാമി പറഞ്ഞു ഒന്നാണ്, ഇതിലെഴുതിയിരിക്കുന്ന വേറെയാണ്, ഇത് ഏതാണ് ശരി, ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് തെക്തേന, ത്യജിച്ചിട്ട് എന്നുള്ള അർത്ഥം. ത്യാഗേന, ത്യാഗത്തിലൂടെ എന്നാണ് അർത്ഥം. ആ രണ്ടർത്ഥവും പറയുന്നതിന് വ്യത്യാസമുണ്ട്. അത് പറയുന്നതിനുള്ള വ്യത്യാസം ഇതാണ്. ഒന്ന്, തെക്തേന ഭുഞ്ചീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിച്ചിട്ട് ഭക്ഷിക്കുക എന്ന്. അതും കുറച്ചുകൂടെ കടത്തി പറയേണ്ടതാണ്. അത് സഭ്യമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമല്ല അവിടെ പറയുന്നത്. മറിച്ച് ത്യാഗത്തിലൂടെ ആത്മാവിനെ പരിപാലിക്കൂ എന്നാണ്. ആത്മാവിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആത്മാവിനെ നശിപ്പിക്കുന്ന ജീവനോട് ഋഷി പറയുകയാണ്, നീ ത്യാഗത്തിലൂടെ ആത്മാവിനെ പരിപാലിക്കൂ എന്ന് പറയുകയാണ്. അക്കാര്യം നമ്മൾ അടുത്ത ക്ലാസ് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ഈ ജഗത്ത് പരമാത്മാവാണ്, തന്റെ യഥാർത്ഥ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവാണ് എന്നുള്ള ജ്ഞാനത്തിലൂടെ അനർഥ ബുദ്ധി, അതിന് വിപരീതമായിരിക്കുന്ന എല്ലാ ബുദ്ധികളെയും തിരസ്കരിക്കണം, എല്ലാ ജ്ഞാനത്തെയും
തിരസ്കരിക്കണം എന്നുള്ള ഒരാശയമാണ് ഇവിടെ പറഞ്ഞത്. പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.